Good morning everyone. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. എൻ്റെ പേര് സജന എന്നാണ്. നമുക്ക് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ ഇത്തരത്തിലുള്ള ഒരു ഗൈഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ളൊരു ഗൈഡോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പം നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് ഫോളോ ചെയ്യുക. ടെക്സ്റ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതല്ല, ഗൈഡ് നിങ്ങൾക്ക് തരും. ആ ഗൈഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. പറയുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. ഓക്കെ, ഏതാണോ പറയുന്ന ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്കിവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ആവശ്യമില്ലാത്ത ചാപ്റ്റേഴ്സ് കുറച്ചുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ തുടക്കത്തിലേ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനേ തരുന്നുള്ളൂ പാഠത്തിനെ കുറിച്ചുള്ളത്. ബാക്കി ഏതാ ഒഴിവാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പോകെ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികളൊക്കെ ഇനിങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഓരോ ക്ലാസ്സിലും അത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് 31 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 31 ചാപ്റ്റേഴ്സും നമുക്ക് ഫുള്ള് പഠിക്കേണ്ടുന്ന ചാപ്റ്റേഴ്സ് അല്ല. അതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ചാപ്റ്ററിന് പേരുകളുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് മൈ ഫസ്റ്റ് സ്റ്റെപ്സ്, അതാണ്. രണ്ടാമത്തത് ലീജർ എന്ന് പറയുന്ന ഒരു പാഠാണ്. മൂന്നാമത്തത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു പാഠാണ്. അപ്പോൾ അത്തരം ഹെഡിങ് ഉള്ള റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന ഹെഡിങ് ഉള്ള ഒരുപാട് പാഠങ്ങൾ നമുക്കിതിനകത്തുണ്ട്. അതിൽ നിന്ന് വളരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഹെഡിങ്ങുകളുള്ള ഈ പറയപ്പെടുന്ന മൈ ഫസ്റ്റ് സ്റ്റെപ്പ്, ലീജർ, ഫാദർ, ഡിയർ ഫാദർ, ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ദെൻ എ കേസ് ഓഫ് സസ്പീഷൻ, my son will not be a beggar bee, or the mind is without fear, if I were you, the tiger in the tunnel, the road not taken, I must know the truth, India her past and future, night of the scorpion, ഭോലി. അത്തരം 25 ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കേണ്ടുന്ന ചാപ്റ്റേഴ്സിൻ്റെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഇടയിലൊക്കെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാപ്റ്റേഴ്സ് വന്ന് പോകുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ എടുക്കില്ല. അത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ലാസ്റ്റിൽ എടുക്കുള്ളൂ. ഇത്രയും ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 1 തൊട്ടിട്ട് 25 വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതാണെന്നുള്ളത് നമ്മുടെ ബുക്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്, നമ്മുടെ ഈ ബുക്കിലുണ്ട്. അത് പ്രകാരം നമ്മൾ ക്ലാസ് എടുത്ത് പോകും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ നമുക്ക് 85 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി നോക്കിയേ, അതിനുശേഷം ചാപ്റ്റർ 26 to 31 എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ അത് ഓപ്ഷണലാണ്. ആദ്യത്തേത് എ കോഡ് എന്ന് പറഞ്ഞിട്ട്, എ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 85 മാർക്സിനുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 26, 27, 28, 29, 30, അതായത് റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നുകിൽ അത് നമുക്ക് പഠിക്കാം, ഓർ ESP ഓഫീസ് യൂസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം അതിൻ്റെ താഴെ ഉണ്ട്. 26 to 31 face to face communication, business, writing memos and letters, writing emails, writing reports, writing job application, appearing for an interview എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ ഭാഗം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 26 തൊട്ട് 30 വരെയുള്ള ആദ്യത്തെ സെക്ഷനോ ഓർ 26 തൊട്ട് 31 വരെയുള്ള അതിൻ്റെ താഴെയുള്ള വേറൊരു സെക്ഷനോ, ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ്? 1 to 25 ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞു തന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഷുവറായിട്ടും പഠിക്കണം. ബാക്കി 26, 27, 28 to 30 ഒരു സെക്ഷൻ, വേറെ തൊട്ട താഴെ ഒരു സെക്ഷൻ 26 to 31 ഉണ്ട്. നിങ്ങൾക്കത് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ 2 ഓപ്ഷണലിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ മതിയാകും. ബാക്കി ഒരു 5 ചാപ്റ്ററോളം നമുക്ക് എന്ത് ചെയ്യാം, 5ഓ 6ഓ ചാപ്റ്ററോളം നമുക്ക് ഒഴിവാക്കാം ഈ ഒരു സെക്ഷൻ എന്ന്. അപ്പോൾ ആദ്യത്തെ സെക്ഷനൊന്നും ഒഴിവാക്കാനായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ സെക്ഷനൊന്നും ഒഴിവാക്കാനായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് പാഠത്തിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ അതിൻ്റെ സമ്മറി നന്നായിട്ട് മനസ്സിലാക്കുക. സമ്മറി നല്ലപോലെ പഠിച്ചു വെക്കുക. സമ്മറി നല്ലപോലെ പഠിച്ചിട്ട് അതിൽ നിന്ന് പാരഗ്രാഫ് തരും. പാരഗ്രാഫിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും.
അതിൻ്റെ ആൻസർ ചെയ്യലാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഗ്രാമർ സെക്ഷനാണ്. അത് ലാസ്റ്റ് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് തരുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ സമയത്താണ് ഗ്രാമർ സെക്ഷൻ നമ്മൾ നിങ്ങൾക്കായിട്ട് തരുള്ളൂ. അതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പാഠങ്ങളെല്ലാം എടുത്തു പോവുകയാണ് പതിവ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് എഴുതരാം, ശ്രദ്ധിച്ചേക്കുക. ബുക്ക് ഇല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് എന്തെങ്കിലും കൈവശം വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവരെ, അതായത് ഈ പറയുന്ന ഗൈഡ് നിങ്ങളുടെ കൈവശമുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, അത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം നമുക്ക് ചാപ്റ്റർ എടുത്ത് തുടങ്ങാം. ശ്രദ്ധിച്ച് കേൾക്കാം. സമറിയാണ് വായിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഏകദേശമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. നോക്കിക്കേ. ചാപ്റ്റർ നമ്പർ 1, മൈ ഫസ്റ്റ് സ്റ്റെപ്സ്. എഴുതിയിരിക്കുന്നത് സുനിൽ ഗവാസ്കർ. അറിയായിരിക്കുമല്ലോ, ക്രിക്കറ്റർ ആയിട്ടുള്ള സുനിൽ ഗവാസ്കറിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു പാഠം അദ്ദേഹമാണ് ഇത് നമുക്കായിട്ട് തരുന്നത്. നോക്കുക. സുനിൽ ഗവാസ്കർ, popularly known as a little master, was born on July 10, 1947. His full name is Sunil Manohar Gavaskar. Sunil Gavaskar expresses gratitude to his uncle, Mr. Narayan Masareka, for helping him. It is due to him that he became a cricketer and a writer. Narayan Masureka noticed a hole on the left earlobe of a newborn baby. If he had not detected it, Gavaskar would have become a fisherman. Gavaskar recollects his childhood cricket playing days. One day his ball broke his mother's nose. He was frightened, but his mother did not bother. She washed her face, and when bleeding stopped, they continued the game. Cricket was in his blood. His parents helped him in the game. His uncle Madhav Mantri played for India in 4 official tours. He advised the author to Sunil Gavaskar, work hard and sweat to get India colors. Sunil Gavaskar did not forget his advice. From the beginning, Gavaskar wanted to become a batsman. He hated losing his wicket. He would fight and quit the field. This brought the game to an end. Other boys called him names, and his cricket friends were Ambe brothers, the Mantreka brothers, etc. Gavaskar used to visit his uncle. He was attracted by Indian pullovers, which his uncle kept. He was fascinated by many souvenirs and trophies that his uncle had won. What he liked the most was the stamp bearing the autographs of 1952 India and England teams. From the childhood, he wanted to become a batsman. ഇതാണ് നമ്മുടെ സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മീനിങ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. Sunil Gavaskar, popularly known as Little Master, was born on July 10th, 1949. അതായത് ലിറ്റിൽ മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് നമ്മുടെ സുനിൽ ഗവാസ്കറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പോപ്പുലർലി നോൺ ആസ്, അദ്ദേഹം അറിയപ്പെടുന്നത് ലിറ്റിൽ മാസ്റ്റർ എന്ന പേരിലാണ്. ഓക്കെ, എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സുനിൽ ഗവാസ്കർ, പോപ്പുലർലി നോൺ ആസ് ലിറ്റിൽ മാസ്റ്റർ, വാസ് ബോൺ ഓൺ, അദ്ദേഹം ജനിച്ചത് എന്നാണ് 1949 ജൂലൈ 10 അദ്ദേഹം ജനിക്കുന്നത്. ഹിസ് ഫുൾ നെയിം ഈസ്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് സുനിൽ മനോഹർ ഗവാസ്കർ എന്നാണ്. സുനിൽ മനോഹർ ഗവാസ്കർ, നമ്മൾ സുനിൽ ഗവാസ്കർ എന്ന് ചുരുക്കി പറയുന്നു. സുനിൽ ഗവാസ്കർ എക്സ്പ്രസസ് ഗ്രേറ്റിറ്റ്യൂഡ് ടു ഹിസ് അങ്കിൾ.
അദ്ദേഹത്തിന്റെ അങ്കിളായിട്ടുള്ള മിസ്റ്റർ നാരായൺ മസുരേക്കർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു ഗ്രേറ്റിറ്റ്യൂഡ്, നന്ദി കാണിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ്? സുനിൽ ഗവാസ്കർ എക്സ്പ്രസസ് ഗ്രേറ്റിറ്റ്യൂഡ് ടു ഹിസ് അങ്കിൾ മിസ്റ്റർ നാരായൺ മസുരേക്കർ ഫോർ ഹെൽപ്പിംഗ് ഹിം. സുനിൽ ഗവാസ്കറിനെ ഇന്നത്തെ പോലെ ഒരാളാക്കി മാറ്റുന്നതിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അങ്കിളായിട്ടുള്ള മിസ്റ്റർ നാരായൺ മസുരേക്കർ. അപ്പൊ അതിന് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു, അതിന് അദ്ദേഹം നന്ദി പറയുന്നു ഒക്കെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹിം ദാറ്റ് ഹി ബിക്കെയിം എ ക്രിക്കറ്റർ ആൻഡ് എ റൈറ്റർ. അദ്ദേഹം മൂലമാണ് നമ്മുടെ സുനിൽ ഗവാസ്കറിന് ഒരു ക്രിക്കറ്റർ ആവാനും അതുപോലെ ഒരു എഴുത്തുകാരനാവാനും പറ്റിയത്. അത് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മളോട് പറയണേ. അപ്പോൾ സുനിൽ ഗവാസ്കറിനെ വിളിച്ചിരുന്ന പേരാണ് ലിറ്റിൽ മാസ്റ്റർ. ജനിച്ചത് 1949 ജൂലൈ 10 പിന്നീട് അദ്ദേഹം എപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് മിസ്റ്റർ നാരായൺ മസുരേക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അങ്കിള്. ഈ അങ്കിൾ മൂലമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ക്രിക്കറ്റർ ആവാനും ക്രിക്കറ്റ് കളിക്കാരനാവാനും ഒപ്പം ഒരു എഴുത്തുകാരനാവാനും പറ്റിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Narayan Masurekar noticed the hole on the left earlobe of a newborn baby. അതായത് നമ്മുടെ സുനിൽ ഗവാസ്കർ ജനിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നാരായൺ മസുരേക്കർ നോട്ടീസ്ഡ്, നാരായൺ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ശ്രദ്ധിച്ചു. എന്താ അത്? ദ ഹോൾ ഓൺ ദ ലെഫ്റ്റ് ഇയർ ലോബ്, ഇടത്തെ ചെവിയുടെ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആർക്കാണുള്ളത്? നമ്മുടെ സുനിൽ ഗവാസ്കറിന്. ലെഫ്റ്റ് ഇയർ ലോബ് ഓഫ് എ ന്യൂ ബോൺ ബേബി, ജനിച്ച് വീണ സമയത്ത്. ഇഫ് ഹി ഹാഡ് നോട്ട് ഡിറ്റക്റ്റഡ് ഇറ്റ്, ഇത് കുഞ്ഞിനെ കാണാൻ വന്ന സമയത്ത് അമ്മാവൻ കണ്ടില്ലായിരുന്നു എങ്കിൽ, അതായത് ഈ ലെഫ്റ്റ് ഇയർ നോബിന്റെ പ്രശ്നം കണ്ടില്ലായിരുന്നു എങ്കിൽ എന്താ സംഭവിക്കുക? ഗവാസ്കർ വുഡ് ഹാവ് ബിക്കം എ ഫിഷർമാൻ. ഗവാസ്കർ ഇന്ന് ഒരു മുക്കുവനായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമായിരുന്നു. അതായത് ഒരു സംഭവം അതിനിടയിൽ വരുന്നുണ്ട്, ഒരു ഇൻസിഡന്റ് അതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിക്കറ്റർ ആയിട്ടുള്ള ഒരു ഗവാസ്കറെ നമുക്ക് കിട്ടിയത് ഈ അങ്കിള് മൂലമാണ്. കാരണം ജനിച്ചപ്പോൾ തന്നെ ഈ ലെഫ്റ്റ് ഇയർ നോബിലുള്ള ഒരു പ്രശ്നം ആര് ശ്രദ്ധിച്ചു? അങ്കിള് ശ്രദ്ധിച്ചു. അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു മുക്കുവന്റെ മകനായിട്ട് എവിടെയെങ്കിലും സുനിൽ ഗവാസ്കർ വേറെ എന്തെങ്കിലും പേരില് ജീവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. Gavaskar recollects his childhood cricket playing days. ഗവാസ്കർ റീകളക്ട് ചെയ്യുന്നുണ്ട്. റീകളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തെടുക്കുക. എന്താ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ്. അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹം ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോകുമല്ലോ, അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. വൺ ഡേ, ഒരു ദിവസം, ഹിസ് ബോൾ ബ്രോക്ക് ഹിസ് മദേഴ്സ് നോസ്. ക്രിക്കറ്റ് കളിക്കുകയാണല്ലോ, അപ്പൊ പന്ത് അടിക്കുന്ന സമയത്ത് മൂക്കിന് വന്ന് ഇടിച്ചു. അമ്മയുടെ മൂക്കിന് വന്ന് ഈ ബോള് ഇടിച്ചു. അങ്ങനെ അമ്മയ്ക്ക് മൂക്കിന് പരിക്കായി. ഹി വാസ് ഫ്രൈറ്റൻഡ്. അദ്ദേഹം നല്ലപോലെ ഭയപ്പെട്ടു, പേടിച്ചു. കാരണം മൂക്കിനിട്ട് ഇടിയാണല്ലോ കിട്ടിയത്. ബട്ട് ഹിസ് മദർ ഡിഡ് നോട്ട് സോ ബോദർ. പക്ഷെ അമ്മ അത് വലിയ കാര്യമാക്കിയില്ല, വലിയൊരു സംഭവമാക്കിയിട്ട് ഇഷ്യൂ ആക്കിയിട്ട് നീ കളിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ സംഭവിച്ചതൊന്നും അമ്മ പറഞ്ഞില്ല. ഷീ വാഷ്ഡ് ഹർ ഫേസ് ആൻഡ് വെൻ ബ്ലീഡിങ് സ്റ്റോപ്ഡ്. എന്ത് ചെയ്തു? കുറച്ചു നേരം മൂക്ക് പിടിച്ച് പൊത്തി നിന്നു, പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു. വേറൊന്നും അമ്മ പറഞ്ഞില്ല. ഹിസ് പേരൻസ് they continued the game. അങ്ങനെ എന്ത് ചെയ്തു? വീണ്ടും അവരെ കളി തുടർന്നു. ക്രിക്കറ്റ് വാസ് ഇൻ ഹിസ് ബ്ലഡ്. കാരണം ക്രിക്കറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. മനസ്സിലായോ? ക്രിക്കറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബ്ലഡിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്രിക്കറ്റർ ആവണം എന്നുള്ളത് ദൈവനിശ്ചയാണ്. ഹിസ് പേരൻസ് ഹെൽപ്ഡ് ഹിം ഇൻ ദ ഗെയിം. അച്ഛനമ്മമാരാണ് ഇവനെ ഇദ്ദേഹത്തെ ഈ ക്രിക്കറ്റിലേക്ക് പറഞ്ഞുവിടാൻ പ്രത്യേക കാരണക്കാരായിട്ടുള്ള ആൾക്കാര്. അങ്കിളിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂടെ നമ്മൾ പേരൻസിന്റെ കാര്യം കൂടെ പറയാം. അവർ നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹിസ് അങ്കിൾ മാധവ് മന്ത്രി, നമ്മൾ നേരത്തെ മിസ്റ്റർ നാരായണനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോ വേറൊരാളെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് അങ്കിൾ മാധവ് മന്ത്രി പ്ലേഡ് ഫോർ ഇന്ത്യ ഇൻ 4 ഒഫീഷ്യൽ ടൂർസ്. ഇന്ത്യക്ക് വേണ്ടി 4 ഒഫീഷ്യൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു അങ്കിളായിട്ടുള്ള മാധവ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. He advised the author to work hard and sweat to get India colors. എപ്പോഴും സുനിൽ ഗവാസ്കറിനോട് അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമുണ്ട്,
നല്ലപോലെ അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വിചാരിച്ച കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്വെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർക്കണം എന്നാണ് അർത്ഥം. നല്ലപോലെ കളിച്ച് വിയർത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വിയർക്കണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യ കളേഴ്സ്, ഇന്ത്യയുടെ ആ വർണ്ണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ അധ്വാനിക്കണം. സുനിൽ ഗവാസ്കർ ഡിഡ് നോട്ട് ഫർഗെറ്റ് ഹിസ് അഡ്വൈസ്. ആ ഒരു ഉപദേശം, ഏത് അധ്വാനിക്കണം എന്ന് പറയുന്ന ഉപദേശം സുനിൽ ഗവാസ്കർ ഒരിക്കലും മറന്നിട്ടില്ല, ഒരിക്കലും ഫർഗെറ്റ് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. ഫ്രം ദ ബിഗിനിങ് ഗവാസ്കർ വാണ്ടഡ് ടു ബിക്കം എ ബാറ്റ്സ്മാൻ. കളിയുടെ തുടക്കത്തിലൊക്കെ സുനിൽ ഗവാസ്കറിന് ഒരു ബാറ്റ്സ്മാൻ ആവാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്, ബാറ്റ് ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഹി ഹേറ്റഡ് ലോസിങ് ഹിസ് വിക്കറ്റ്. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിക്കിടയില് നമ്മള് കുട്ടികളൊക്കെ കളിക്കുമ്പോൾ കാണുന്ന മാതിരി കളിക്ക് ഇടയിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ വിക്കറ്റ് എടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ, ക്രിക്കറ്റ് അറിയാവുന്ന ആളുകൾക്ക് അത് വിശദമായി പറയണമെന്ന് തോന്നണില്ല, വിക്കറ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമൊക്കെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പരാജയം ഒരിക്കലും സമ്മതിക്കാൻ താല്പര്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു സുനിൽ ഗവാസ്കർ. സോ എന്ത് ചെയ്യാണ് അദ്ദേഹം, ഹി ഹേറ്റഡ് ലോസിങ് ഹിസ് വിക്കറ്റ്. അദ്ദേഹം കളിയിൽ നിന്ന് പുറത്താകുന്ന ഒരു സമയം ഉണ്ടല്ലോ, ബാറ്റ്സ്മാൻ പുറത്തു പോകുന്ന ഒരു സമയം, അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല. ഹി വുഡ് ഫൈറ്റ് ആൻഡ് ക്വിറ്റ് ദ ഫീൽഡ്. എപ്പോഴൊക്കെ വിക്കറ്റ് ഇദ്ദേഹത്തിന് പോകുന്നോ അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുക, കളി നിർത്തിയിട്ട് പോവും, എല്ലാവരോടും വഴക്കിട്ട് കളി നിർത്തിയിട്ട് അങ്ങനെ പോവും. ഹി വുഡ് ഫൈറ്റ്, അവരിട്ട് വഴക്കിടും, ആൻഡ് ക്വിറ്റ് ദ ഫീൽഡ്, ആ ഫീൽഡ് വിട്ടവൻ പോവും. ദിസ് ബ്രോട്ട് ദ ഗെയിം ടു ആൻ എൻഡ്. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് കളിയുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുക, ബാക്കിയുള്ള പ്ലേയേഴ്സിനെ അത് ബാധിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും, കളി അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. Other boys called him names and his cricket friends were Ambe brothers, the Mantraker brothers, etc. അപ്പോ മറ്റുള്ള കുട്ടികൾ ഇവനെ വിളിക്കുകയൊക്കെ ചെയ്യും കളിക്കാനായിട്ട്, പക്ഷെ അവൻ വരില്ല. കാരണം അവന്റെ വിക്കറ്റ് പോയല്ലോ, അവൻ പരാജയപ്പെട്ടല്ലോ, പുറത്തു പോയല്ലോ, ഇനി പുറത്തിരുന്ന് കളി കാണാനേ പറ്റുള്ളൂ. അപ്പൊ അവനങ്ങനെ വാശിയിൽ പോവാറാണ്. ഇവന്റെ കൂടെ നമ്മുടെ സുനിൽ ഗവാസ്കർ, ഇദ്ദേഹത്തിന്റെ കൂടെ കളിച്ചിരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, ഒന്ന് ആംബയെ ബ്രദേഴ്സ്, രണ്ടാമത്തത് മൻട്രേക്കർ ബ്രദേഴ്സ് എന്ന് പറയുന്ന പിൽക്കാലത്ത് പ്രശസ്തരായിട്ടുള്ള രണ്ട് വിഭാഗക്കാർ, അല്ലെങ്കിൽ രണ്ട് കുടുംബത്തിലെ ആൾക്കാരാണ്. ഇവരൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ ആരുടെ കൂടെ കളിച്ചിരുന്നത്, ഇവരൊക്കെ ഒരുമിച്ചാണ്, സുനിൽ ഗവാസ്കർ ഇവരൊക്കെ ഒരുമിച്ചാണ് കളിച്ചിരുന്നത്. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ആൻഡ് ദ തേർഡ് പാരഗ്രാഫ്, ഗവാസ്കർ യൂസ്ഡ് ടു വിസിറ്റ് ഹിസ് അങ്കിൾ. ഈ അങ്കിളിന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ ആര് പോകുമായിരുന്നു, ഗവാസ്കർ പോകുമായിരുന്നു. ഹി വാസ് അട്രാക്റ്റഡ് ബൈ ഇന്ത്യൻ പുളോവേഴ്സ് വിച്ച് ഹിസ് അങ്കിൾ കെപ്റ്റ്. പുളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേഴ്സിയാണ്. ഇദ്ദേഹം മുന്നേ മാച്ചിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, 3-4 മാച്ചിൽ മുന്നേ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ജേഴ്സികളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടായിരിക്കും. ഈ ജേഴ്സി ഒക്കെ ഇടയ്ക്കെടുത്ത് നോക്കും, അത് എന്ത് ചെയ്യുന്നു, അത് കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ആരുടെ വീട്ടിലേക്ക് പോകുന്നത്, അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മെനി സോവനീർസ് ആൻഡ് ട്രോഫീസ് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് വൺ. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത് നമ്മൾ ഒരു ജേഴ്സിയുടെ കാര്യം, രണ്ടാമത് കാണാൻ പറ്റുന്നത് സോവനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ, മെഡലുകളായിക്കോട്ടെ ട്രോഫികളായിക്കോട്ടെ എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കാണുക, നോക്കിയേ. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മെനി സോവനിയേഴ്സ് ആൻഡ് ട്രോഫീസ് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് വൺ. അദ്ദേഹത്തിന്റെ അങ്കിളിന് കിട്ടിയിട്ടുള്ള കുറേ ട്രോഫികളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയി നിൽക്കും. കാരണം അവന് സ്വപ്നമുണ്ട്, ഒരിക്കൽ എനിക്കും ഇതൊക്കെ കിട്ടുമായിരിക്കുമോ എന്നൊരു, കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. What he liked the most was the stump bearing the autograph of 1952 India and England team. അതില് അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ആ ഫോട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1952 ഇന്ത്യയും ഇംഗ്ലണ്ടും നമ്മൾ നടന്ന മാച്ചിന്റെ ഒരു എന്താണ് കളി, അവിടെ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കളിക്കാരുടെ ഓട്ടോഗ്രാഫ് ഒക്കെ സ്റ്റമ്പിന്റെ മുകളിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്റ്റമ്പും അല്ലെങ്കിൽ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ വീട്ടിലുണ്ട്. അത് കാണാൻ ഇവന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കളിക്കാരുടെ ഒക്കെ ഫോട്ടോ എൻ്റെ അങ്കിളിന്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര അഭിമാനമുള്ള കാര്യമാണല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റംപ് ബെയറിംഗ് ദ ഓട്ടോഗ്രാഫ് ഓഫ് 1952 ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ടീം. അന്നത്തെ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ടീമിലുള്ള
ആൾക്കാരെ, ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ടീമിലുള്ള ആൾക്കാരെ ആ സ്റ്റമ്പിന്റെ മുകളിൽ അവരുടെ ഓട്ടോഗ്രാഫ് എല്ലാം വെച്ചിട്ടുള്ള ഫോട്ടോസ് എവിടെ ഒട്ടിച്ചിട്ടുണ്ട്? ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, അങ്കിളിന്റെ വീട്ടിൽ ഉണ്ട്. അപ്പം അത് കാണുക എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു. Then he was attracted by the Indian pullovers which his uncle kept. He was fascinated by many souvenirs and trophies that his uncle had won. What he liked the most was the stump bearing the autograph of 1952 India and England team. From the childhood, he wanted to become a batsman. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഇതൊക്കെ കണ്ട് വളർന്നുകൊണ്ട് ഒരു ബാറ്റ്സ്മാൻ ആവാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. ഇതാണ് ഇതിന്റെ ചെറിയൊരു സമ്മറി എന്ന് പറയുന്ന ഭാഗം. ഇനി ബാക്കിയുള്ളത് എന്ന് പറയുന്നത്, നമുക്ക് പറഞ്ഞല്ലോ ഇതിൽ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതും കൂടി കേട്ടിട്ട് ഇതിന്റെ സമ്മറി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുൾ കഥകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ലെഫ്റ്റ് ഇയർ ലോബിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻസിലാണ് വരിക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്കാണ് പോണത്. ക്വസ്റ്റ്യൻസും കൂടെ കേൾക്കുമ്പോൾ അതിന്റെ മീനിങ്ങും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മറി ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജില് എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. പാരഗ്രാഫിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അവിടെ തന്നെ അതിന്റെ ആൻസേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ വായിച്ച് അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫ്, ഇത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു മോഡലാണ്. പാരഗ്രാഫ് തരിക, പഠിച്ച പാഠത്തിലെ ഒരു പാരഗ്രാഫ് തരിക, അതിന്റെ താഴെ ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരിക. നമ്മൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ പോവാണ്, പാസേജ് ഞാൻ വായിക്കാൻ പോവാണ്. ഈ പാസേജിലും കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഈ പാസേജ് കൂടെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടെ സമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നോക്കുക, പാസേജ് നമ്പർ 1 ആണ് പറയാൻ പോകുന്നത്. I may never have become a cricketer and this book would certainly not have been written. If an eagle-eyed relation, Mr. Narayan Masurekar, had not come into my life the day I was born, July 10th, 1949, it seemed that Nan Kaka, as I called him, who had come to see me in hospital on my first day in this world, noticed a little hole near the top of my left earlobe. The next day he came again and picked up the baby lying on the crib next to my mother. To his utter horror, he discovered that the baby did not have the hole on the left earlobe. The frantic search of all the cribs in the hospital followed, and I was eventually located sleeping blissfully beside a fisherwoman, totally oblivious of the commotion I had caused. The mix-up, it appears, followed after the babies had been given their bath. നോക്കിയേ, നമ്മുടെ സമ്മറിയിൽ പറഞ്ഞ ഒരു ഭാഗത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. നോക്കുക, ഐ മേ മീനിങ് പറയണ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാലാണ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് പറയാനായിട്ട് കിട്ടുള്ളൂ. ഐ മേ നെവർ ഹാവ് ബിക്കം എ ക്രിക്കറ്റർ, ഞാൻ ഒരിക്കലും ഒരു ക്രിക്കറ്റർ ആവുമായിരുന്നില്ല. ആൻഡ് ദിസ് ബുക്ക് വുഡ് സർട്ടൻലി നോട്ട് ഹാവ് ബീൻ റിട്ടൺ, ഈ പുസ്തകം ഞാൻ എഴുതുകയുമായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ക്രിക്കറ്റർ ആവുമായിരുന്നില്ല, ഈ പുസ്തകം എഴുതും ചെയ്യുമായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ ഈഫ് ആൻ ഈഗിൾ ഐഡ് റിലേഷൻ മിസ്റ്റർ നാരായൺ മസുരേക്കർ. ഈഗിൾ ഐഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഈഗിള്, പരുന്തിനൊക്കെ വളരെ ദൂരത്ത് തന്നെ അതിന്റെ ഇരകൾ താഴെ ഉണ്ടെങ്കിൽ വളരെ ദൂരത്ത് തന്നെ കാഴ്ചശക്തി അതിന് പെട്ടെന്ന് കിട്ടും. അപ്പൊ എൻ്റെ അങ്കിളായിട്ടുള്ള നാരായണന്റെ കാഴ്ചശക്തി കുറച്ച് കൂടുതലായിരുന്നു. ആ കാഴ്ചശക്തി ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാനൊരു ക്രിക്കറ്ററും ആകുമായിരുന്നില്ല, ഒരു എഴുത്തുകാരനും ആകുമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇഫ് ആൻ ഈഗിൾ-eyed relation, Mr. Narayan Masureka, had not come into my life the day I was born. അതായത് ഞാൻ ജനിച്ച അന്ന് 1949 ജൂലൈ 10 ആണല്ലോ സുനിൽ ഗവാസ്കർ ജനിക്കുന്നത്. അന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ വരും ആൾക്കാർ. അതുപോലെ മിസ്റ്റർ നാരായണൻ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മത, കാര്യങ്ങളെ നോക്കി കാണുന്നതിലുള്ള ആ കൂർമ്മത ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാനാകുമായിരുന്നില്ല. കാരണം എന്താണ്? It seems that
നാൻ കാക്ക, അതായത് ഇദ്ദേഹത്തിന്റെ അങ്കിളിനെ മിസ്റ്റർ നാരായണനെ സുനിൽ ഗവാസ്കർ വിളിക്കുന്ന പേരാണ് നാൻ കാക്ക എന്ന്. ഓക്കെ, നാൻ കാക്ക ആസ് ഐ കോൾ ഹിം, who had come to see me in hospital on my first day in the world. ഞാൻ ഈ ലോകത്തിലേക്ക് പിറന്നു വീണ അന്ന്, ആ ഫസ്റ്റ് ഡേ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ നാൻ കാക്ക വന്നു, ഹോസ്പിറ്റലിൽ വന്നു. അതായത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മാവൻ വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? who had come to see me in hospital on my first day in this world noticed a little hole near the top of my left ear lobe. എന്നിട്ട് എന്താ കണ്ടത്? വന്ന് നോക്കിയപ്പോ തന്നെ, ഈ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ മുഖഛായയാണ് ഉണ്ടാവുക. പെട്ടെന്ന് അറിയില്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എല്ലാവരും ഏകദേശം ഒരുപോലെ ഉണ്ടായിരിക്കും. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് നോട്ടീസ് ചെയ്തത് ഇടത്തെ ചെവിയുടെ മുകളില് ഭാഗത്ത് ഒരു ദ്വാരമുള്ളതായിട്ട് ഇദ്ദേഹം വന്ന അന്ന് തന്നെ കണ്ടുപിടിച്ചു. അത് അദ്ദേഹം കണ്ടു. ഫസ്റ്റ് ഡേ വന്നു, കുട്ടിയെ കണ്ടുപോയി. Then next day he came again. പിറ്റേ ദിവസം വീണ്ടും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് നാൻ കാക്ക വന്നു, മിസ്റ്റർ നാരായൺ വന്നു. വന്ന സമയത്ത് picked up the baby lying in the crib next to my mother. എൻ്റെ അമ്മയുടെ തൊട്ടടുത്ത് തൊട്ടിലിൽ ക്രിബിൽ കിടക്കുന്ന കുഞ്ഞിനെ അദ്ദേഹം എടുത്തു. അതായത് ഞാനാണല്ലോ തൊട്ടടുത്ത് കിടക്കുന്നത്, എന്നെ അദ്ദേഹം എടുത്തു. നോക്കിയപ്പോ എന്ത് കണ്ടു? ടു ഹിസ് അട്ടർ ഹൊറർ, അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. എന്താണ് സംഭവം? ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ ബേബി ഡിഡ് നോട്ട് ഹാവ് ദ ഹോൾ ഓൺ ദ ലെഫ്റ്റ് ഇയർ ലോബ്. ഇന്നലെ കുഞ്ഞിനെ കണ്ടപ്പോൾ ചെവിയുടെ അവിടെ ലെഫ്റ്റ് ഇയറിന്റെ അവിടെ ഒരു ദ്വാരം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം, കാണാനില്ല. അപ്പൊ ആകെ അദ്ദേഹം പ്രശ്നമാക്കി. കുഞ്ഞ് ഇതല്ല, ഞാൻ ഇന്നലെ കണ്ട കുഞ്ഞ് ഇതല്ല, ഇന്ന് കണ്ട കുഞ്ഞും ഇന്നലെ കണ്ട കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. A frantic search of all the cribs in the hospital followed, and I was eventually located sleeping blissfully beside a fisherwoman, totally oblivious of the commotion that I had caused. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ചെക്ക് ചെയ്യാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ ക്രിബിലും പോയിട്ട്, ഓരോ തൊട്ടിലും പോയിട്ട് നോക്കുകയാണ്, തൊട്ടടുത്ത് ഏതാ കുഞ്ഞ്. അങ്ങനെ നോക്കിയപ്പോ ഒരു ഫിഷർ വുമണിന്റെ അടുത്ത്, അതായത് മുക്കുവ സ്ത്രീയുടെ അടുത്ത് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത് അവര് കണ്ടു. അപ്പൊ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഹോസ്പിറ്റലിലെ ഒരു കഥയാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അവര് പറയുന്ന കുഞ്ഞാണ് നമ്മളെ കുഞ്ഞായിട്ട് നമ്മൾ കണക്കാക്കുക. ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ, ഈ ജാതി മത ചിന്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ കളിയാക്കിക്കൊണ്ടെങ്കിലും പറയാറുണ്ട്. എന്ന പോലെ ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒറ്റ ദിവസം കൊണ്ട് ഈ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. എങ്ങനെയാണ് സംഭവിച്ചത്? A frantic search of all the cribs in the hospital followed, and I was eventually located sleeping blissfully beside a fisherwoman, totally oblivious of the commotion I had caused. എനിക്കിതിനെ കുറിച്ചൊന്നും അറിവില്ലല്ലോ, ഞാന് അവിടെ എങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. The mix-up, it appears, followed after the babies had been given their bath. അപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ച് കൊണ്ടെന്ന് കാണിച്ചെടുത്തപ്പോഴാണ് ഇദ്ദേഹം എന്ത് കണ്ടത്? ഈ കുഞ്ഞിന്റെ ഇയർ ലോബിലെ പ്രശ്നമൊക്കെ കണ്ടത്. പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിക്കുമല്ലോ, കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് മാറിപ്പോയതാകാം എന്നാണ് ഒരു അസംഷൻ, മനസ്സിലായോ? അല്ലാതെ അതിന് വേറെ ഒന്നുമില്ല, അതിനിടയിൽ മാറിപ്പോയതാകാം. അപ്പൊ അന്ന് എനിക്ക് ഈ ഹോൾ ഉണ്ടായി പോയത് കൊണ്ടാണ് എനിക്ക് ഭാഗ്യമായത്. ഇന്നൊരു ക്രിക്കറ്റർ ആവാനും ആ വീട്ടിൽ തന്നെ ജനിക്കാനും ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഒരു അവസരം എനിക്കുണ്ടായത് അതുകൊണ്ടാണെന്ന് അദ്ദേഹം ഓർക്കുന്നു. ഇതാണ് ഫസ്റ്റ് പാസേജ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ആണ്, ഇതേ പാസേജിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വെൻ വാസ് സുനിൽ ഗവാസ്കർ ബോൺ? എന്നാണ് സുനിൽ ഗവാസ്കർ ജനിച്ചത്? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം. വെൻ വാസ് സുനിൽ ഗവാസ്കർ ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ പാരഗ്രാഫിൽ തന്നിട്ടില്ലേ? 1949 ജൂലൈ 10 സുനിൽ ഗവാസ്കർ ജനിച്ചത്. അറിയാലോ, അത് അങ്ങോട്ട് എഴുതി വെച്ച 1 മാർക്ക്. Second question, what did Sunil's uncle Mr. Narayan Masrekar notice when he came to see the baby in hospital? കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ വന്നപ്പോ, അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നപ്പോ എന്താണ് അങ്കിള് ശ്രദ്ധിച്ചത്? അങ്കിളിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം എന്താണ്? അറിയാലോ, നിങ്ങൾ ഒപ്പം പറഞ്ഞു നോക്കണം കേട്ടോ. ക്ലാസ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു നോക്കണം, എന്നാലാണ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാവുണ്ടോ എന്ന് അറിയുള്ളൂ. എന്താ ശ്രദ്ധിക്കാൻ പറ്റിയത്? ദി ബേബി ഹാഡ് എ ലിറ്റിൽ ഹോൾ ഓൺ ഹിസ് ലെഫ്റ്റ് ഇയർ ലോബ്. കുഞ്ഞിന്റെ ഇടത് ചെവിയുടെ മുകളില് ആയിട്ട് എന്തുണ്ടായിരുന്നു? ഒരു ഹോൾ ഉണ്ട് എന്നുള്ളതാണ് ആര് കണ്ടുപിടിച്ചത്?
ആര് മനസ്സിലാക്കിയത്? ഇദ്ദേഹം മനസ്സിലാക്കിയത്. 2 ക്വസ്റ്റ്യൻ, അപ്പൊ 2 മാർക്ക്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഹൊറിബിൾ തിങ് ദാറ്റ് ഹാപ്പൻഡ് ദ നെക്സ്റ്റ് ഡേ? തൊട്ടടുത്ത ദിവസം ഭയാനകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. എന്തായിരുന്നു അത്? നമുക്കറിയാലോ. തൊട്ടടുത്ത ദിവസം എന്താ വന്നു നോക്കിയപ്പോ ഈ കുഞ്ഞ് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തി. അതെങ്ങനെയാ കണ്ടെത്തിയത്? അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ, where was the missing baby found? എങ്ങനെയാണ് കുഞ്ഞ് മിസ്സായത്? എവിടെയാണ് അവനെ കണ്ടെത്താൻ പറ്റിയത് എന്ന്. അപ്പോ രണ്ടാമത്തെ ദിവസം സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞ് മാറിപ്പോയി. The baby got by mistake exchanged with one another. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിപ്പോയി കുട്ടികള്. മുക്കുവസ്ത്രീയുടെ കുഞ്ഞ് ഇവിടെയും ഇവിടുത്തെ കുഞ്ഞ് അവിടെയുമായിട്ട് മാറിപ്പോയി. ഇനി മുക്കോസ്ത്രീയുടെ കുഞ്ഞിനെ തന്നെയാണോ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. എന്തായാലും മാറിപ്പോയി, ഗവാസ്കർ മാറിപ്പോയി. അതാണ് സെക്കൻഡ് ഡേ വന്നപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ബാക്കി ഭാഗം കൂടി ഉണ്ട്. എവിടെ നിന്നാണ് ഈ കുഞ്ഞിനെ പിന്നെ കണ്ടുപിടിച്ചത്? Where was the missing baby found? എവിടുന്നാണ് കണ്ടുപിടിച്ചത്? The baby was sleeping next to the fisher woman. ഈ മുക്കുവ സ്ത്രീയുടെ ഫിഷർ വുമണിന്റെ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന കുട്ടി. അങ്ങനെയാണ് പിന്നെ കണ്ടത്. അവിടെ നിന്നാണ് അവനെ പിന്നെ കണ്ടുപിടിച്ചത്. ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ദ സെയിം ആസ്. അതായത് ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സെന്റൻസിന്റെ അർത്ഥത്തിനോട് സാമ്യമുള്ള വേറൊരു വാക്ക് നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെന്റൻസ് ഇതാണ്: ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മോൾ ഡീറ്റെയിൽസ്. ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കുക, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് പോലും കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വേർഡ് എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? മേലെന്ന് നോക്കുമ്പോൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, അതാണ് ഈഗിൾ ഐഡ്. എന്താണ്? ഈഗിൾ ഐഡ്. അതാണ് അതിന്റെ അർത്ഥം. ദെൻ നെക്സ്റ്റ് വൺ, അൺഅവെയർ വാട്ട് ഈസ് ഹാപ്പനിങ്. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ഒരു രീതി ഉണ്ടല്ലോ, അതിനൊരു വാക്ക് നമ്മുടെ പാരഗ്രാഫിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കാണ് ഒബ്ലീവിയസ്. ഒബ്ലീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരബോധമില്ലാതെ അല്ലെങ്കിൽ മറവിയുള്ള എന്നൊക്കെയുള്ള അർത്ഥാണ് വരിക. അപ്പൊ ഇത് ഏത് സിറ്റുവേഷനിലാണ് പറഞ്ഞത്? ഫിഷർ വുമണിന്റെ അടുത്ത് ഞാൻ പരിസരബോധമില്ലാതെ ഇതൊന്നും അറിയാതെ കിടന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവമാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്താണ്? അൺനോൺ നോർ വിൽ ബി നോൺ. അതായത് അൺനോൺ, ഒന്നും അറിയാത്ത അവസ്ഥ, ഒന്നും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥ. അതിന് എന്താ പറയുന്നത്? ഒബ്ലീവിയസ്, മറവിയുള്ള നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, പരിസരബോധമില്ലാതെ എന്നുള്ളത്. അതിന് തൊട്ടടുത്തുള്ള ചോദ്യമാണ് അൺനോൺ അതിന് പറയുന്നത്. അല്ലെങ്കിൽ നോർ വിൽ ബി ടേക്ക് നോൺ എന്നുള്ളതിന്റെ വേറൊരു വേർഡ് ഒബ്സേർവ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോർട്ട് പീരീഡ്, അതിന് കാണിക്കുന്നത് എ സ്പെല്ല്. ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ അതിന്റെ താഴെ ആൻസേഴ്സുമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫും ആ ഫസ്റ്റ് പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും. മനസ്സിലായി എന്ന് വിചാരിക്കണം. നല്ലപോലെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാരഗ്രാഫ് ഒന്നും കൂടിയും എടുത്ത് ഈ ക്ലാസ് ഒന്നും കൂടി ഒന്ന് കേൾക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ പാസേജിന്റെ അവിടെ നിന്ന് ഒന്നും കൂടെ കേൾക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെയാണ് നമ്മുടെ കഴിവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചുതരാം. Providence had helped me to retain my true identity, and in the process charter the course of my life. I have often wondered what would have happened if nature had not marked me out and given me my guard by giving me that small hole on my left earlobe, and if Nankaka had not noticed this abnormality. Perhaps I would have grown up to be an obscure fisherman toiling somewhere along the west coast. And what about the baby who for a spell took my place? I do not know if he is interested in cricket or whether he will ever read this book. I can only hope that if he does, he will start taking a little more interest in Sunil Gavaskar. Second paragraph in the meaning. Providence had helped me to retain my true identity. അതായത് ദൈവമാണ് എനിക്ക് എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി
നിലനിർത്താൻ സഹായിച്ചത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നെങ്കിൽ ഇന്ന് സുനിൽ ഗവാസ്കർ ഒരു മുക്കുവനായിട്ട് വളരുന്നുണ്ടാവുമായിരുന്നു അല്ലെ. സുനിൽ ഗവാസ്കറിന്റെ പകരം വരുന്ന കുട്ടി ക്രിക്കറ്റർ ആവോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. എന്നാലും നല്ലൊരു കുടുംബത്തിൽ അദ്ദേഹം എന്താവുമായിരുന്നു, വളരുമായിരുന്നു. അപ്പോ ദൈവാനുഗ്രഹം എനിക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ട്രൂ ഐഡന്റിറ്റി നിലനിർത്താൻ പറ്റിയത്. മനസ്സിലായല്ലോ? ട്രൂ ഐഡന്റിറ്റി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റർ ആയിട്ടും ഗവാസ്കർ ആയിട്ടും ഒക്കെ തന്നെ ജീവിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. Charter the course in the process. Charter the course of my life. I have often wondered what would have happened if nature had not marked me out. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പ്രകൃതി തന്നെ എനിക്കൊരു അടയാളം തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, എന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്കില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന്. എന്താണ് ആ മാർക്ക്? ലെഫ്റ്റ് ഇയർ ലോബിലെ ഹോള്. അതാണ് മാർക്ക് എന്നുള്ള. മാർക്കഡ് എന്നുള്ളത് സിംഗിൾ ഇൻവേർട്ടർ കോമിലാണ് തന്നിട്ടുള്ളത്. അതൊന്നുകൂടി സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ പ്രകൃതി തന്നെ എനിക്ക് ഇങ്ങനെ ഒരു മാർക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആൻഡ് given me my God by giving me that small hole on my left ear lobe. എൻ്റെ ചെവിയിൽ, ഇടത്തെ ചെവിക്കകത്ത്, ചെവിയുടെ മുകളിൽ ഒരു ദ്വാരമുള്ളത് കൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? എനിക്ക് എൻ്റെ ഗാഡ്സിനെ പോലും തിരിച്ചു കിട്ടി അല്ലെ. എൻ്റെ പേരൻസിനെ എനിക്ക് തിരിച്ചു കിട്ടി. എനിക്ക് എൻ്റെ ഐഡന്റിറ്റി തിരിച്ച് കിട്ടി. Then and if Nankaka had not noticed this abnormality. നമ്മളിപ്പോ ഒരു കുഞ്ഞിന്റെ ചെവിക്ക് ഇവിടെ ഒരു ഹോള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അബ്നോർമൽ അല്ലെ, നോർമൽ അല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് നമ്മൾ കണക്കാക്കണേ. ആ കുഞ്ഞിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ ചെവിക്കകത്തെന്നാ പറയാം. പക്ഷേ ആ അബ്നോർമാലിറ്റി എനിക്ക് എന്താണ്? ഒരു ബ്ലെസ്സിങ് ആവുകയാണ് ചെയ്തത്. എനിക്കൊരു ഭാഗ്യമായിട്ട് മാറുകയാണ് ചെയ്തത് അല്ലെ. അതുണ്ടായിരുന്നത് കൊണ്ടും ഞാൻ കാക്കയ്ക്ക് ഇങ്ങനെയുള്ളൊരു കൂർമ്മ ബുദ്ധി ഉള്ളതും കൊണ്ടുമാണ്, ആ കണ്ണിന് പവർ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവൻ ഇന്ന് തിരിച്ചു കിട്ടിയത്. Perhaps I would have grown up to an obscure fisherman. അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയായിരിക്കും? ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരു ഫിഷർമാന്റെ വീട്ടില്, ഒരു മുക്കുവന്റെ വീട്ടില്, ഒരു മുക്കുവന്റെ മകനായിട്ടോ ഒരു മുക്കുവനായിട്ടൊക്കെ ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടാകുമായിരുന്നു. ടോയിലിംഗ് സംവെയർ അലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. ഏതെങ്കിലും കോസ്റ്റൽ ഏരിയാസിൽ, സമുദ്ര തീരങ്ങളില് മുക്കുവന്മാർ മീൻ പിടിക്കാൻ പോവാണല്ലോ മെയിനായിട്ട് അവർ ചെയ്യുക. അപ്പൊ ഏതെങ്കിലും തോണിയിലൊക്കെ കയറിപ്പോയി കടലിനോട് മല്ലിടുന്നുണ്ടാകുമായിരിക്കും ഞാന്. And what about the baby who for spell took my place? എന്റെ സ്ഥാനം പിടിച്ചു പറ്റിയ മറ്റേ പയ്യൻ അപ്പൊ എന്താകുമായിരിക്കും? അതായത് അമ്മയുടെ അടുത്ത് കടന്നിരുന്നല്ലോ, ഗവാസ്കറിന് പകരം കടന്നിരുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, അവന്റെ അവസ്ഥ അപ്പൊ എന്താകുമായിരുന്നു? I do not know if he is interested in cricket. എനിക്കറിയില്ല അവന് ഇൻട്രസ്റ്റിൽ ക്രിക്കറ്റില് ഇൻട്രസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓർ വെദർ ഹി വിൽ എവർ റീഡ് ദിസ് ബുക്ക്. അവന് ഇതേപോലെ ഒരു പുസ്തകം എഴുതാൻ കഴിയുമോന്നോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും, അവനൊരു ക്രിക്കറ്ററായിട്ട് മാറുമായിരുന്നിരിക്കും അല്ലെ. അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റ് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ആ രീതിയിലേക്ക് അവൻ പോകുമായിരിക്കും. എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ല. I can only hope that if he does, he will start taking a little more interest in Sunil Gavaskar. അതായത് ചിലപ്പോ, കാരണം അവന്റെ അച്ഛനും അമ്മയ്ക്കും ക്രിക്കറ്റിനോട് താല്പര്യമുണ്ട്, അമ്മാവന് താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പോ വേറൊരു സുനിൽ ഗവാസ്കർ ആയിട്ട് അവനെ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയുമായിരിക്കും. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി സെക്കൻഡ് പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ പറയാൻ പോകുന്നത്. ഇപ്പൊ സിമ്പിൾ കാര്യങ്ങളായതുകൊണ്ടാണ് ഒറ്റ രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. How did the nature mark him out? എങ്ങനെയാണ് പ്രകൃതി അവനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, മാർക്ക്ഡ് എന്ന് പറയുന്നത് മാർക്ഡ്, അതൊരു സിംഗിൾ ഇൻവെർട്ടർ കോമ്പിലാണ്, സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകൃതി എങ്ങനെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കിക്കേ, എങ്ങനെയാ? നമുക്കറിയാലോ പ്രകൃതി മാർക്ക് ചെയ്ത് വെച്ചത് ലെഫ്റ്റ് ഇയർ ലോബിൽ ഹോള്, അങ്ങനെയാണ് അവനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. The nature marked him out by giving a hole in left ear lobe. എങ്ങനെയാണ്? ഇടത് ചെവിക്ക് അടുത്ത് ഒരു ഹോളായിട്ടാണ് അവനെ മാർക്ക് ചെയ്ത് വെച്ചത്, നമുക്കറിയാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
If Nan Kaka had not noticed the hole on his ear, where would be he living? ഞാൻ കാക്ക അദ്ദേഹത്തിന്റെ സുനിൽ ഗവാസ്കറിന്റെ ലെഫ്റ്റ് ഇയർ ലോബിലെ ഈ ഹോൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് സുനിൽ ഗവാസ്കർ എവിടെയായിരുന്നിരിക്കും എന്നാണ് ചോദ്യം. എന്താ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുക? തീർച്ചയായിട്ടും ഒരു ഫിഷർമാന്റെ വീട്ടില് ഒരു അനദർ ഫിഷർമാൻ ആയിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ടാവും അല്ലെ. ഒരു മുക്കുവന്റെ വീട്ടില് മുക്കുവന്റെ മകൻ പിൽക്കാലത്ത് മുക്കുവൻ തന്നെ ആകും എന്നുള്ളൊരു വിചാരം നമ്മൾ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു മുക്കുവനായിട്ടോ അല്ലെങ്കിൽ ഒരു മുക്കുവന്റെ മകനൊക്കെ ആയിട്ട് കുറെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയാണ് സെക്കൻഡ് പാരഗ്രാഫ് നമുക്കുള്ളത്. അപ്പോ ഒന്നാമത്തെ പാരഗ്രാഫില് 4 ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ പാരഗ്രാഫിൽ 2 ക്വസ്റ്റ്യൻസും. ഈ ക്വസ്റ്റ്യൻ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണോ അത്രത്തോളമാണ് നിങ്ങളുടെ എക്സാം ഈസി ആയിട്ട് വരിക. ഇനി തേർഡ് പാസേജ് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പാസേജുകളും കൂടെ കേട്ടിട്ടാണ് നമ്മൾ ഈ സമ്മറിയുടെ ഒരു ഓൺ ദ ഹോൾ നോക്കി വെക്കാനായിട്ട് കേട്ടോ. പാസേജ് നമ്പർ 3. My most vivid recollection of my childhood cricket playing days is the time I almost broke my mother's nose. എൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ മൂക്കിന് പന്തെറിഞ്ഞപ്പോ തട്ടിയിട്ട് ചോര വന്നല്ലോ, ആ ഒരു ഇൻസിഡന്റ് ആണ്. മൈ മോസ്റ്റ് വിവിഡ് റികളക്ഷൻ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ് ഈസ് ദ ടൈം ഐ മോസ്റ്റ് ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. എപ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മൂക്ക് പൊട്ടിയിട്ട് ചോര വന്ന, അത് പന്തടിച്ച് മൂക്ക് പൊട്ടിയിട്ട് ചോര വന്ന ആ ഒരു സംഭവമാണ്. She used to bowl to me in the small gallery of our house where we played our daily match with the tennis ball. അമ്മ എന്ന് പറയുന്നത് ഇവനെപ്പോഴും ഒരു കൂട്ടായിരുന്നു. എന്താ അമ്മ ചെയ്തിരുന്നതെന്ന് അറിയോ? She used to bowl to me. ഇവനൊരു ബാറ്റ്സ്മാൻ ആവാനാണ് ആഗ്രഹം. അപ്പൊ അമ്മ ബോൾ ചെയ്ത് കൊടുക്കും, വീട്ടിലിരുന്നിട്ട് ബോൾ ചെയ്ത് കൊടുക്കും, ഇവൻ കളിക്കും. ഇൻ എ സ്മോൾ ഗാലറി, എവിടെയാണ്? ഒരു ചെറിയ സ്ഥലത്ത്. ഓഫ് അവർ ഹൗസ്, വീടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഒരു സ്ഥലത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? ചെറുപ്പത്തില് കളിച്ചിരുന്നത്. അമ്മയാണ് ഇവന് കൂട്ടുണ്ടായിരുന്നത് ആദ്യം, വളരെ കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പൊ അമ്മ ബോൾ ചെയ്ത് കൊടുക്കും, ഇവൻ എന്ത് ചെയ്യും? ബാറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. We played our daily match with a tennis ball. അവർ കളിച്ചിരുന്നത് കുഞ്ഞ് ടെന്നീസ് ബോളും കൊണ്ടാണ് കളിച്ചിരുന്നത്. ചെറുപ്പകാല സമയത്ത് അങ്ങനെയാണ് അവർ കളിച്ചിരുന്നത്. Since the area was small, she would kneel to bowl or rather lob the ball to me. എന്ത് ചെയ്യും? ഇവര് കളിക്കുന്നത് വലിയ ഗ്രൗണ്ട് ഒന്നുമല്ല, വീടിന്റെ അവിടെ തന്നെ ഒരു കുഞ്ഞു സ്ഥലമാണ്. അപ്പൊ പലപ്പോഴും അമ്മ മുട്ട് കുത്തിയിട്ടൊക്കെ നിന്നിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ബോള് ഇട്ട് കൊടുത്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റൂമോ കാര്യങ്ങളോ നല്ല ഒരു ചെറിയൊരു സ്പേസിൽ നിന്നിട്ടായിരുന്നു ഇവര് പലപ്പോഴും ഈവനിങ് സമയത്തൊക്കെ കളിക്കാറുള്ളത്. അപ്പോ മുട്ടുകുത്തി നീൽ ചെയ്തിട്ടൊക്കെയാണ് അമ്മ എന്ത് ചെയ്തിരുന്നത്? ഇവന് പന്ത് ഇട്ട് കൊടുത്തിരുന്നത്. നീൽ ടു ബോൾ ഓർ റാദർ ലോബ് ദ ബോൾ ടു മീ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവര് കളിച്ചിരുന്നത്. I hit one straight back and caught her bang on the nose. അന്ന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് എന്ത് ചെയ്തത്? അമ്മ ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുത്തുള്ളൂ, പക്ഷെ ഇവൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു, അടിച്ചു പറത്തി. ആ സമയത്ത് നേരെ അമ്മയുടെ മൂക്കിനിട്ട് അത് കൊണ്ടു. which started bleeding. അങ്ങനെയാണ് മൂക്കിന് ബ്ലീഡിങ് വരാൻ തുടങ്ങിയത്. Although it was a tennis ball, the distance between the two of us was very short. അതൊരു ടെന്നീസ് ബോൾ ആണ്, ചെറുതാണ് അല്ലെ? ടെന്നീസ് ബോൾ ആണ്, സാധാ ബോളിനെ പോലെയുള്ള ഒരു സംഭവമേ അല്ല. എന്നിട്ടും എന്ത് സംഭവിച്ചു? അമ്മയ്ക്ക് അത് വല്ലാതെ ബ്ലീഡ് ചെയ്തു. which accounts for the force with which the ball hit her. എന്തുകൊണ്ടാണ് ഇത്രയും അപകടം ഉണ്ടായത്? എൻ്റെ അടി അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്, ഫോഴ്സിലാണ് ഞാൻ അടിച്ചത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വലിയൊരു ആപത്ത് അവിടെ സംഭവിച്ചത്. I was frightened, but she shrugged it off, washed her face, and as the bleeding stopped, we continued the game.
കുറച്ചു നേരം അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ മുഖമൊക്കെ വാഷ് ചെയ്ത് ബ്ലീഡിംഗ് ഒക്കെ നിന്നു. വീണ്ടും ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. വി സ്റ്റാർട്ടഡ് ദ ഗെയിം അഗൈൻ. സ്റ്റാർട്ട് ചെയ്തു. But for the rest of the day, it was only forward defense for me. I restrained myself and played no attacking shot. പക്ഷെ അന്ന് മുതൽ കളിക്കുമ്പോൾ, അമ്മയോടൊപ്പം കളിക്കുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ട്, ഞാൻ അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് പരിക്ക് പറ്റും. മാത്രമല്ല അമ്മ രണ്ട് ചീത്ത പറഞ്ഞിരുന്നു വെച്ചാൽ കുഴപ്പമില്ല, കാര്യം ഇവർ രണ്ടുപേരും അല്ലേ കളിക്കണേ, അതുകൊണ്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇവനെ കഴിവ് വളർത്തണം എന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ അന്ന് മുതല് കളിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നോക്കിയും കണ്ടിട്ടൊക്കെയാണ് എന്ത് ചെയ്തത്, ഞാൻ കളിക്കാൻ തുടങ്ങിയത്. ഇതാണ് നമ്മുടെ തേർഡ് പാരഗ്രാഫ്. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡിഡ് ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ്? എങ്ങനെയാണ് അമ്മയുടെ മൂക്ക് തകർന്നത് അല്ലെങ്കിൽ ചോര വന്നത്? അറിയാലോ. എന്ത് ചെയ്തു, ഇവർ കളിക്കുകയായിരുന്നു, ഡെയിലി മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ ബോൾ ഇട്ട് കൊടുത്തു, ഇവൻ ഹിറ്റ് ചെയ്തു. അടിക്കുക എന്നുള്ളതിനെ ഹിറ്റ് ചെയ്യുക എന്ന് പറയും. ഹിറ്റ് ചെയ്തു, അത് നേരെ അമ്മയുടെ മൂക്കിന് കൊണ്ടു. He hit her with his ball on the nose while playing his daily match with her in their home. അവരുടെ വീട്ടില് ഡെയിലി മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, പന്ത് അടിച്ചപ്പോൾ അത് മൂക്കിന് ഹിറ്റ് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, അപകടം സംഭവിച്ചത്. Second question, what qualities of his mother's character are brought out through this part of the extract? Pick the two words or phrases that best describes her from the one given below. Patient, encouraging, excellent cricketer, clever, unwilling to cooperate, helpful. അതായത് ഈ ഇത്രയും വായിച്ചതിൽ നിന്ന് അമ്മയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായി. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. പേഷ്യന്റ്, ക്ഷമയുള്ള, എൻകറേജിങ്, പ്രോത്സാഹിപ്പിക്കുന്ന, എക്സലന്റ് ക്രിക്കറ്റർ, നല്ല പോലെ കളിക്കുന്ന, വെൽ പ്ലേയിങ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ, ക്ലെവർ, ബുദ്ധിശാലി, അൺവില്ലിങ് ടു കോപ്പറേറ്റ്, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാള്, ഹെൽപ്ഫുൾ, സഹായ മനസ്ഥിതിയുള്ള ആള്. ഇങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൽ അമ്മയ്ക്ക് യോജിക്കുന്ന വാക്കുകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. വലിയ സംഭവം ഒന്നല്ല. ഇതിന്ന് പോസിറ്റീവായിട്ട് എന്തുണ്ടോ അതൊക്കെയാണ് അമ്മ. കാരണം അല്ലെങ്കിൽ അന്ന് മൂക്കിന് ചോര വന്ന സമയത്ത് അമ്മ ചീത്ത പറയേണ്ടതായിരുന്നു, അമ്മ അത് പറഞ്ഞില്ലല്ലോ. അപ്പോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്, അമ്മയ്ക്ക് നല്ല പേഷ്യൻസാ അല്ലെ, സഹനശക്തി നല്ല ഉള്ള ആളാണ്. രണ്ടാമത്തത് അമ്മ എൻകറേജിങ് ആണ്, നല്ല പോലെ പ്രോത്സാഹനം. അതുകൊണ്ടാണ് ബ്ലീഡിങ് നിന്ന വഴിക്ക് മുഖമൊക്കെ കഴുകിയിട്ട് വീണ്ടും അവരെ കളിച്ചത് അല്ലെ. അപ്പൊ കളിയുടെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പതിവാണ്. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ലക്ഷ്യം മാറ്റി വിടരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അമ്മ പേഷ്യന്റ് ആണ്. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പേഷ്യൻസ് ഉണ്ട്, സഹനശക്തി ഉണ്ട്. ഒപ്പം അമ്മ എൻകറേജിങ്ങും ആണ്. എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, what did the author remember from his golden childhood days regarding his playing? അതായത് എപ്പോഴും ചെറുപ്പകാലത്തെ ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ച്, ക്രിക്കറ്റ് കളിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഓഥർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ഇവിടെ എഴുതുന്ന ഈ കഥ എഴുതി തന്ന ആള്, അല്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന സുനിൽ ഗവാസ്കർ. അപ്പോൾ ഓഥറിനെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താ, ഇത് തന്നെ. ഏതാണ്, മൂക്ക് പൊട്ടി ചോര വന്ന കഥ. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുന്നതും ഇത് തന്നെയാണ്. The author has a recollection of an incident when he almost broke his mother's nose. എന്താണ്, അമ്മയുടെ മൂക്ക് പൊട്ടിയ ആ സംഭവം തന്നെയാണ് എപ്പോഴും ഇപ്പോഴും ഇത് എഴുതുന്ന സമയത്തും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം മാത്രം പെട്ടെന്ന് മറന്നുപോയില്ല, പെട്ടെന്ന് ഓർമ്മ വന്നു അല്ലെ. അപ്പൊ അതാണ് ഓർക്കേണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, did the author change his playing style after the accident? നമ്മുടെ ഓഥറിന് ഒരു അപകടം, അതായത് അമ്മയ്ക്കൊരു അപകടം സംഭവിച്ചു. ആരാലാണ്, ഓഥറിനാൽ, അതായത് സുനിൽ ഗവാസ്കറിനാൽ. അതിനുശേഷം കളിയിൽ വല്ല മാറ്റവും വരുത്തിയോ സുനിൽ ഗവാസ്കർ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മാറ്റം വരുത്തി. കാരണം എന്താ, യെസ്, the author changed his playing style after his accident by restraining himself from the playing attacking shots. അതിനുശേഷം അറ്റാക്കിംഗ് ഷോട്ട്സ്, മറ്റേ ഭയങ്കര അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഷോട്ടുകളല്ലേ, അതൊക്കെ ഒന്ന് കുറച്ച് വീട്ടിൽ കളിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഒന്നാമത് സ്ഥലപരിമിതി, രണ്ടാമത് അമ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അമ്മയ്ക്ക് വലിയ കളിയൊന്നും അറിയില്ലല്ലോ, എന്നാൽ പോലും അമ്മ എൻകറേജിങ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം അറ്റാക്കിംഗ് ഷോട്ടുകൾ അധികം ചെയ്യാറില്ല പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്നുള്ളതാണ്
പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് 5th question, what did he make the pitch at home? അതായത് വീട്ടിലാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. എവിടെയാണ് ഇവരുടെ കളിസ്ഥലം സെറ്റ് ചെയ്തത്? വീട്ടിൽ തന്നെ അധികം സ്ഥലം ഇല്ലാത്തൊരു സ്ഥലമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്ഥലം അതായത് വിശാലത ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെയാണ് ഇവർ കളിച്ചിരുന്നതെന്ന് പറഞ്ഞു. എവിടെയാണ് ഇത് സെറ്റ് ചെയ്തതെന്നാ ചോദിച്ചത്. എവിടെയാണ്? ഹി മെയ്ഡ് ദ പിച്ച്, അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിന് നമ്മൾ പിച്ച് എന്ന് പറയും അല്ലെ. ഹി പിച്ച് PITCH. He made the pitch in the small gallery of his house. വീടിന് അടുത്ത് തന്നെയുള്ള എന്താണ് ഒരു ചെറിയൊരു ഭാഗത്ത്, ഒരു ഗാലറി എന്ന് പറയാൻ ഒന്നും പറ്റില്ല, എന്നാൽ പോലും ഒരു ചെറിയൊരു സ്ഥലത്താണ്, നമ്മൾ മുറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഭാഗത്തിരുന്നിട്ടാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? കളിച്ചിരുന്നത്. അതാണ് ഏത് നമ്മുടെ 3rd പാരഗ്രാഫും അതിൻ്റെ ക്വസ്റ്റ്യൻസും. ഒന്ന് ഓർത്ത് വെക്കുക, 3 പാരഗ്രാഫുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 3 പാരഗ്രാഫിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, ഈസി പാരഗ്രാഫും ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ പറഞ്ഞത് എന്ന് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഓർമ്മ ഉണ്ടല്ലോ? വീണ്ടും വീണ്ടും കേൾക്കണം. തുടക്കത്തിലുള്ള ഉഷാറ് അവസാനം വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 4th പാരഗ്രാഫ്, 4ാമത്തെ പാരഗ്രാഫ് വായിക്കാൻ പോവാം. പാസേജ് നമ്പർ 4. Cricket, to use a cliche, is in my blood. My father was a good club cricketer in his days and a keen student of the game. Even now, we have interesting discussions on various aspects of the game, and I have found his advice invaluable in the development of my career. And as I have already said, I have had the privilege of having the cricketing mother who helped me to take the first step in the game I have come to love. My uncle Madhav Mantri, who played for India in 4 official tests, thought not very successfully, was a force to reckon with in first class games. എന്താണ്? Cricket, to use a cliche, is in my blood. ക്ലീഷേ എന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും. ക്ലീഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പഴകിയ ശൈലിക്കാണ് ക്ലീഷേ എന്ന് പറയാം. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് എന്തൊരു കാര്യം കേൾക്കണം അതിൻ്റെ ബ്ലഡിലുള്ളതാണ്, അതിൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണെന്ന് പറയാറുണ്ട്. എന്ന പോലെ തന്നെയാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റിനെയും ആ ഒരു ക്ലീഷേ വെച്ചിട്ടാണ് ഞാൻ പറയാറുള്ളത് അതിൻ്റെ ബ്ലഡിലുള്ളത്, അതിൻ്റെ രക്തത്തിലുള്ളതാ എന്ന് പറയും. അപ്പൊ രക്തത്തിലുള്ളതാന്ന് പറയണമെങ്കിൽ എങ്ങനെയാ? അച്ഛനോ അമ്മയ്ക്കോ ആ കഴിവ് ഉണ്ടാവണം, അപ്പോഴാണ് നമ്മുടെ രക്തത്തിലുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്നുള്ള അർത്ഥത്തിലാ പറയാം. ഓക്കെ, ക്രിക്കറ്റ് യൂസ് എ ക്ലീഷേ. ക്ലീഷേന്റെ സ്പെല്ലിംഗ് CLICHE ഈസ് ഇൻ മൈ ബ്ലഡ്. കാരണം മൈ ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ്. കാരണം എൻ്റെ അച്ഛനും ഒരു ക്രിക്കറ്റർ ആയിരുന്നു. എവിടുത്തെ ക്രിക്കറ്ററാ? ക്ലബിൽ കളിച്ചുകൊണ്ടിരുന്ന ക്രിക്കറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു ക്ലബിനെയൊക്കെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടില് കളിച്ചിട്ടുണ്ടായിരുന്നു. എ കീൻ സ്റ്റുഡന്റ് ഓഫ് ദ ഗെയിം. മാത്രമല്ല ക്രിക്കറ്റിനെ വളരെ കാര്യഗൗരവത്തോടു കൂടി നോക്കി കണ്ടിരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു എൻ്റെ അച്ഛൻ എന്നാണ് പറയണത്. അച്ഛൻ്റെ കാര്യമാണ് പറയണത്. Even now we have interesting discussions on various aspects of the game. I have found his advice valuable in the development of my career. ഞങ്ങൾ തമ്മിൽ even now we have interesting discussions on various aspects. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. വേരിയസ് ആസ്പെക്ട്സിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പല പല കാര്യങ്ങളെക്കുറിച്ച്, പല തലങ്ങളെക്കുറിച്ച്, പല ജോലികളെക്കുറിച്ച്, പല കരിയറിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് എങ്കിലും even now we have interesting discussions on various aspects of game and I have found his advice invaluable in the development of my career. എന്ത് സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ അഡ്വൈസ് മൊത്തം, ഉപദേശം മൊത്തം എന്തിനെ കുറിച്ചായിരുന്നു? എൻ്റെ കരിയർ വർദ്ധിപ്പിക്കാനും വളർത്താനും അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിനക്ക് ക്രിക്കറ്റാണ് നിന്റെ കരിയർ എങ്കിൽ നീ എന്ത് ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉപദേശങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്കിളിന്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ക്രിക്കറ്റ് പാരമ്പര്യമുണ്ട്, അച്ഛൻ്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ക്രിക്കറ്റ് പാരമ്പര്യമുണ്ട്. And as I have already said, I have had the privilege of having a cricketing mother who helped me to take the first step in the game I was come to love.
ഇനി അച്ഛന്റെ കാര്യം ഓൾറെഡി കിട്ടി, അമ്മയുടെ കാര്യം ഓൾറെഡി നമുക്കറിയാം. എന്ത്, ആരും ഫ്രണ്ട്സ് ഒന്നും ആവാതിരുന്ന സമയത്ത് വീട്ടിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ എന്നെ അത് പഠിപ്പിച്ചിരുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ക്രിക്കറ്റ് നന്നായിട്ട് അറിയൊന്നുമില്ല, എന്നാലും ബോൾ ചെയ്ത് തന്നിട്ടും കൂടെ നിന്നിട്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടും അമ്മ കൂടെ നിന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛനായി അമ്മയായി, ക്രിക്കറ്റ് താല്പര്യപ്പെടുന്ന രണ്ടാൾക്കാരായി. ഇനി my uncle മാധവ് മന്ത്രി who played for India in 4 official tests, ഇന്ത്യക്ക് വേണ്ടി 4 അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നു അങ്കിൾ ആയിട്ടുള്ള മാധവ് മന്ത്രി. thought not very successfully was the force to reckon with in first class game. അപ്പോ അദ്ദേഹവും കൂടിയാണ് എന്നെ ഈ ഗെയിമിലേക്ക് എത്തിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരാൾ. അപ്പൊ അച്ഛനും ഉണ്ട് പാരമ്പര്യം, അമ്മയ്ക്കും ഉണ്ട് താല്പര്യം, അങ്കിളിനും ഉണ്ട് എന്ത് പാരമ്പര്യം. മനസ്സിലായില്ലേ? അങ്കിളിന്റെ ആ ഒരു ഇതും കൂടെ എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ എന്തായി, ഒരു ക്രിക്കറ്ററായി. അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ ആ ഫിഷർമാൻ മുക്കുവ സ്ത്രീയുടെ കുഞ്ഞാണ് ഇപ്പോ എൻ്റെ വീട്ടിൽ ഗവാസ്കർ ആയിട്ട് വളരുന്നത് എങ്കിൽ ഒരു പക്ഷെ അവനും എന്താകുമായിരിക്കും, ഒരു ക്രിക്കറ്റർ ആകുമായിരിക്കും. കാരണം അച്ഛൻ്റെ കുറെ വീരകഥകൾ കേൾക്കാൻ പറ്റും, അതേപോലെ അമ്മാവന്റെ വീരകഥകൾ കേൾക്കാൻ പറ്റും, ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ ആകുമായിരുന്നിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ പാരഗ്രാഫ്, 4th പാരഗ്രാഫ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ, what does the author want to say by cricket in my blood? ക്രിക്കറ്റ് എൻ്റെ രക്തത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുന്നതോടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. The author wants to say by cricket is in my blood as his father was a good club cricketer in his days and a keen student of the game. എന്തുകൊണ്ടായിരിക്കും? അത് അച്ഛനെ മാത്രം ഉദ്ദേശിച്ചാണ് മെയിൻലി പറയുന്നത്. എന്താ വെച്ചാൽ അച്ഛൻ ഒരു ക്ലബ്ബ് ക്രിക്കറ്റർ ആയിരുന്നു, മാത്രമല്ല ക്രിക്കറ്റിനെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ പാരമ്പര്യം എനിക്ക് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന്. കൂടെ അമ്മയുടെയും അങ്കിളുടെയും കാര്യം നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. Second question, how did his father help him to be a good cricketer? നല്ലൊരു ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് അച്ഛൻ എങ്ങനെയാണ് അവനെ സഹായിച്ചത് എന്നാണ് ചോദ്യം. എങ്ങനെയാ നല്ലൊരു ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട്? ഹിസ് ഫാദർ വാസ് എ ഗുഡ് ക്രിക്കറ്റർ ഇൻ ദോസ് ഡേയ്സ്. ഹി ഓൾവേസ് ഗോട്ട് വാല്യുബിൾ അഡ്വൈസസ് ടു ഡെവലപ്പ് ഹിസ് കരിയർ ആസ് എ ക്രിക്കറ്റ്. അച്ഛനൊരു ക്രിക്കറ്റർ ആയതുകൊണ്ട് തന്നെ ഇവൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അച്ഛൻ കൃത്യമായി പറഞ്ഞു കൊടുക്കും, അഡ്വൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് മാധവ് മന്ത്രി? മാധവ് മന്ത്രി ആരായിരുന്നു? അറിയില്ലേ? ആരാണ്? സുനിൽ ഗവാസ്കറിന്റെ അങ്കിൾ ആയിരുന്നു. അത് എഴുതി വെക്കുക. അത്രയായ പാസേജ് നമ്പർ 4 കഴിഞ്ഞു. മനസ്സിലായി എന്ന് വിചാരിക്കണോ? സ്പീഡിൽ പോകണമെന്ന് വിചാരിക്കേണ്ട, അത്രയും ഈസി ആയിട്ടുള്ള ഒരു പാടാണ്. കേട്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പാസേജിൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആൻഡ് ദ പാസേജ് നമ്പർ 5 വായിക്കാൻ പോവാണേ. Whenever I went to my uncle's house, my favorite pastime used to be to take out his pullovers and caress him with a sense of longing. I was so attracted by the India test pullovers that once I even dared to ask him if I could take one, since he had so many. My uncle told me that one has to sweat and earn the India colors, and I too should work hard to earn the distinction. That is the lesson I have never forgotten. Looking back, I'm glad that my uncle did not succumb to my childish fancy and instead taught me that there was no sort of cut to the top. I was also fascinated by the many souvenirs he had and a large number of trophies he had won. What I liked most was the stump bearing the autographs of 1952 India and England team, and I loved the linger over the autograph of every player. എന്താണ് പറയുന്നത്?
whenever I went to my uncle's house, എൻ്റെ അങ്കിളിൻ്റെ വീട്ടില് അമ്മാവിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്ന സമയത്തൊക്കെ my favorite pastime used to be, എൻ്റെ സമയം പോക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു അവിടുത്തെ, to take out his pullovers and caress them a sense of longing. അദ്ദേഹത്തിന്റെ പുള്ളോവേഴ്സ്, ജേഴ്സികള്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുക. ഇതായിരുന്നു എൻ്റെ പരിപാടി. എപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതായിരുന്നു. അതൊക്കെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നോക്കുക. ഇത് ഇന്ന മത്സരത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കലായിരുന്നു എൻ്റെ ജോലി. I was so attracted by the Indian test pullovers that once I even dared to ask him if I could take one. അപ്പോൾ കുറേ ജേഴ്സീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവനൊരു ആഗ്രഹമുണ്ട്, ഇതിലത്തെ ഒരെണ്ണം എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പലപ്പോഴും അവിടെ അങ്ങനെ പോകും നിൽക്കും, പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. I have never the dare to ask. എനിക്ക് ചോദിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇതിലെ ഒരെണ്ണം എനിക്ക് തരുമോ എന്ന്. ആൻഡ് മൈ അങ്കിൾ, സിൻസ് ഹി ഹാഡ് സോ മനി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, ഒരെണ്ണം ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും, പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. മൈ അങ്കിൾ ടോൾഡ് മീ ദാറ്റ് one has to sweat and earn the India colors and I too should work hard to earn the distinction. ഒരിക്കൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്കിൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഉദ്ദേശിച്ചൊരു സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ കഠിനമായി അധ്വാനിക്കണം, വിയർപ്പൊഴുക്കണം. സ്വെറ്റ്, വിയർപ്പൊഴുക്കിയാലാണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ പറ്റുള്ളൂ എന്ന് ഒരിക്കൽ അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then this is the lesson ആണ്. lesson I have never forgotten. ഈ പാഠം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. എന്ത്, ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്കും കിട്ടും ഇതുപോലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മറന്നു പോയിട്ടില്ല. ലുക്കിംഗ് ബാക്ക്, ഐ എം ഗ്ലാഡ് ദാറ്റ് മൈ അങ്കിൾ ഡിഡ് നോട്ട് സക്കം ടു മൈ ചൈൽഡ്ഹുഡ് ഫാൻസി ആൻഡ് ഇൻസ്റ്റഡ് ടോട്ട് മീ ദാറ്റ് there was no short of cut to the top. ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്, ലുക്കിംഗ് ബാക്ക്, തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഇന്ന് അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്, അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് അല്ലെ. അപ്പോൾ ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്, ഐ എം ഗ്ലാഡ്, ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്കിളിന്റെ പിന്നാലെ നടന്നിട്ട് ഈ പറയുന്ന ജേഴ്സിയൊക്കെ മേടിച്ച് അതും കൈ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എങ്കിൽ എനിക്കിതൊന്നും നേടാൻ പറ്റുമായിരുന്നില്ല. അന്ന് അതെനിക്ക് തരാതെ വെച്ചിട്ട് നീ അധ്വാനിക്കുക, എന്നിട്ട് നീ നിന്റേതായിട്ടുള്ളതൊന്ന് സമ്പാദിക്കുക എന്ന് എൻ്റെ അങ്കിൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഇന്ന് അതിനേക്കാൾ വലിയ ഉയരത്തിൽ എനിക്ക് എത്താൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സന്തോഷവാനാണ് ഞാൻ അങ്കിളിന്റെ കാര്യം ആലോചിക്കുന്ന സമയത്ത്. ഇനി that my uncle did not succumb to my childish fancy and instead taught me that there was no shortcut to the top. അന്ന് എനിക്ക് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഉയരത്തിലെത്താൻ കുറുക്ക് വഴികളൊന്നുമില്ല എന്ന്. There is no shortcut to the top. ടോപ്പിലെത്താൻ ഷോർട്ട് കട്ട്സ് ഇല്ല, നേരായ വഴി ഇത് തിരഞ്ഞെടുത്താലാണ് നിങ്ങൾക്ക് ടോപ്പിലെത്താൻ പറ്റുള്ളൂ എന്ന് അന്ന് എന്നെ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. Then I was also fascinated by the many souvenirs he had and the large number of trophies he had won. അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ട്രോഫികളും അദ്ദേഹത്തിന്റെ എന്താ പറയാ മെഡലുകളും ഇതേപോലുള്ള ഗിഫ്റ്റുകളൊക്കെ കാണുമ്പോൾ, സമ്മാനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. എനിക്കും ഇങ്ങനത്തേക്ക് ഒന്ന് കിട്ടുമോ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ച് പോയിട്ടുണ്ട്. What I liked most was the stump bearing the autograph of 1952 India and England team, and I love to linger over that autograph of every players. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1952 മാച്ചിന് ശേഷം ഇന്ത്യൻ പ്ലെയേഴ്സും ഇംഗ്ലണ്ടിന്റെ പ്ലെയേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് സ്റ്റംപിൽ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുള്ള ആ ഒരു ചിത്രം ഉണ്ടല്ലോ വീട്ടില്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അന്നുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ എനിക്കും ആകാൻ പറ്റുമോ എന്നൊക്കെ അന്ന് ചിന്തിച്ചിരുന്നു. എത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ അത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റി. ഇതാണ് 5ാമത്തെ പാരഗ്രാഫ്. എത്ര, 5th പാരഗ്രാഫാണ് നമ്മളിപ്പോ വായിച്ചത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ, what did Gavaskar like to do when he went to his uncle's house? Why? അങ്കിളിന്റെ വീട്ടിൽ പോകുമ്പോൾ ഗവാസ്കർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്താണ്, എന്തുകൊണ്ട്? ഒന്നാമത്തെ ചോദ്യം.
എന്താണ് അദ്ദേഹം എന്താ ആദ്യം ചെയ്തിരുന്നത്? അവിടെ പോയിട്ട് ഫസ്റ്റ് തന്നെ ജേഴ്സിയുടെ മുകളിലേക്കാണ് പോയിരുന്നില്ലേ, പുളോവേഴ്സ് അല്ലെ. The author loved to take out his uncle's India test pullovers. എന്താണ്? ഇന്ത്യൻ ടെസ്റ്റ് മാച്ചിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന ആ ഒരു ജേഴ്സി ഉണ്ടല്ലോ, അതെടുത്ത് എപ്പോഴും നോക്കാറാണ് അദ്ദേഹം പതിവായി ചെയ്തിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹിസ് അങ്കിൾസ് ടീച്ചിങ്? അങ്കിൾ ഏത് തരത്തിലാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ പഠിപ്പിക്കൽ ശൈലി? എന്ത് കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ, എന്താണ്? വിജയത്തിലെത്താൻ ഷോർട്ട് കട്ട്സ് ഇല്ല, കുറുക്ക് വഴികളില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അധ്വാനിച്ച് തന്നെ മുന്നോട്ട് പോകണം, എന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആര് പഠിപ്പിച്ചത്? അങ്കിള് പഠിപ്പിച്ചത്. ഹിസ് അങ്കിൾ ടോട്ട് ഗവാസ്കർ ടു വർക്ക് ഹാർഡ് ഫോർ ദ ഡിസ്റ്റിങ്ഷൻ, ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ദി ടോപ്പ്. എന്താ? മുകളിലെത്താന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല എന്നാണ് ആര് പഠിപ്പിച്ചത്? അങ്കിള് പഠിപ്പിച്ചത്. ഓക്കെ, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ദ തേർഡ് വൺ, വാട്ട് ഡിഡ് ദി ഓഥർ ലൈക്ക് മോസ്റ്റ്? ഈ കൂട്ടത്തില് ഓഥറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്? ആ സ്റ്റംപ് ബെയറിംഗ് ഫോട്ടോ അല്ലെ, ഓട്ടോഗ്രാഫ്സ് ഒക്കെ ഉള്ള ആ ഫോട്ടോ. The author liked the stump bearing the autograph of the 1952 India and England team. 1952 ഇന്ത്യ ഇംഗ്ലണ്ട് ടീമിലെ ആ സ്റ്റംപ് ഓട്ടോഗ്രാഫ് എഴുതിയ സ്റ്റംപ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആ ചിത്രം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഇന്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ ഈ ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സുനിൽ ഗവാസ്കറിന്റെ പിക്ക് എന്താ, ഇൻ 1952 ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ നമുക്കത് കിട്ടുന്നുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ദി ഫോർത്ത് ക്വസ്റ്റ്യൻ, what did Gavaskar like to do whenever he went to his uncle's house and why? എന്താണ്? അങ്കിളിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അദ്ദേഹം ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം എന്തൊക്കെയാണ്? ഇതേപോലെ ഒരു ചോദ്യമാണ് നമ്മൾ ഫസ്റ്റ് ചോദിച്ചത്. എന്തൊക്കെയാണ്? അവിടെ പോകുമ്പോൾ അവിടെയുള്ള പുള്ളോവേഴ്സ് കാണും, ജേഴ്സികൾ കാണും, അത് ടച്ച് ചെയ്യും അല്ലെ, അതിങ്ങനെ തൊട്ട് നോക്കും. എന്നിട്ടോ അദ്ദേഹം ഇങ്ങനെ പറയും, ഓ എൻ്റെ അങ്കിള് എത്ര വലിയ ഭാഗ്യവാനാ, ടെസ്റ്റ് മാച്ചിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കും. ഇതാണ് അങ്കിളിന്റെ വീട്ടിൽ പോയാൽ ചെയ്യാറുള്ളത്. ഗവാസ്കർ looked to his uncle's loved to go to his uncle Mr. Narayan Masureka's home. Whenever he went there, he took out his pullovers and touches them lovingly, saying that he admires his uncle for being the Indian test team. എനിക്ക് എൻ്റെ അങ്കിളിനോട് ഭയങ്കര ആരാധനയാണ്, അഡ്മയർ ചെയ്യാണ് അങ്കിളിനെ. എന്തിനാ? ടെസ്റ്റ് ടീമിന്റെ ഭാഗം. ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായി കാണും. വൺ ഡേ ടീമും ടെസ്റ്റ് ടീമും ഉണ്ടാവും. വൺ ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം കളി കഴിയുന്ന രീതിയിൽ. ടെസ്റ്റ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളിക്കാറില്ല, 2, 3, 4 ദിവസമൊക്കെ ലെങ്ത് ഉള്ള ക്രിക്കറ്റ് ആണ് അല്ലെ, ആ കളിയാണ്. അതാണ് പിന്നെയാണ് 2020 ഒക്കെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. ആകെ 20 ഓവറിൽ കളി കഴിയുന്ന രീതിയൊക്കെ പിന്നീട് വന്നതാണ്. അപ്പൊ ടെസ്റ്റ്, വൺ ഡേ, പിന്നെ 2020, ഇപ്പൊ IPL എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വേറെയും നടക്കുന്നുണ്ട്. അപ്പോ ഇതാണ് അതാണ് മെയിൻ ആയിട്ട്, വൺ ഡേയും ടെസ്റ്റും ഈ 2 മാച്ചുകളാണ് മെയിൻ ആയിട്ട് അന്ന് ഉള്ളൂ. ഇതാണ് നമ്മുടെ പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. അപ്പോൾ പുള്ളോവേഴ്സും സോവനിയേഴ്സും ഗിഫ്റ്റുകൾ, പിന്നെ ആ സ്റ്റംപ് ബെയറിംഗ് ഓട്ടോഗ്രാഫ്, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ വീട്ടിലേക്ക് പോകാൻ കാരണമാക്കിയ 3 കാര്യങ്ങൾ. അത് ഓർത്ത് വെക്കുക. ആൻഡ് ദ 6th question, 6th paragraph, 6th passage വായിക്കുകയാണെ, ശ്രദ്ധിച്ചോളെ. Right from the beginning, I wanted to become a batsman. തുടക്കം മുതൽക്കേ എനിക്ക് ആഗ്രഹം എന്താണ്? ഒരു ബാറ്റ്സ്മാൻ ആവണം എന്നുള്ളതാണ്. ആൻഡ് ഐ ഹേറ്റഡ് ലോസിങ് മൈ വിക്കറ്റ്. എൻ്റെ വിക്കറ്റ് പോകുമ്പോൾ, ഞാൻ പരാജയപ്പെടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ അതിനെ വെറുത്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവസാനം വരെ നിൽക്കണം, നല്ല പോലെ കളിക്കണം, നല്ല കളിക്കാരന് എന്നുള്ള പേര് കിട്ടണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ വിക്കറ്റ് പോകുമ്പോൾ ഞാൻ അതിനെ ഭയങ്കരമായി ഹെയ്റ്റ് ചെയ്തു, വെറുത്തു. This became such an obsession with me that if the rest of the boys ever got me out, I would fight and eventually walk home with the bat and the ball. അപ്പം എന്ത് ചെയ്യും?
ഞാൻ പുറത്തായി എന്ന് അറിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക്, കൂടെ കളിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇവൻ പിണങ്ങി പോകും, അപ്പൊ നമ്മുടെ കളി ഇവിടെ നിൽക്കും എന്നുള്ളതൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. അപ്പോ മാത്സിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ തന്നെ കൂട്ടുകാരൊക്കെ അതിന് ഇങ്ങനെ പറയും, അത് സ്വാഭാവികല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ ഞാൻ എന്താ ചെയ്യാറ്, ബാറ്റ് കൊടുത്ത് ബോൾ കൊടുത്തിട്ട്, കാരണം ബാറ്റും ബോളും ഇവന്റെ കയ്യിലാണുള്ളൂ. ഇവനതെടുത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ കളിക്കാൻ പറ്റില്ല. അതെടുത്ത് അവൻ വീട്ടിലേക്ക് ഒരു ചെറിയൊരു അഹങ്കാരം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ, അവൻ വരുമായിരുന്നു. This became such an obsession with me that if the rest of the boys ever got me out, I would fight and eventually walk home with the bat and the ball. This would bring the game to an abrupt end since nobody else had a ball or bat. കാരണം വേറെ ആരുടെ കയ്യിലും ബോളും ഉണ്ടായിരുന്നില്ല, ബാറ്റും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇയാളോട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മാച്ച് അവിടെ നിൽക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇവനെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഒരു പേടിയുള്ള കാര്യമാണ്, കാരണം ഇവർക്ക് കളിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. The boys cursed and called me names, but the tension did not last long when we generally got on very well. എന്ത് ചെയ്യും, അപ്പൊ കുട്ടികൾ ഓരോന്നൊക്കെ ഇവരിങ്ങനെ കളിയാക്കും അല്ലെ, ഇവരുടെ കളിയും കൂടെ ഇവൻ കാരണം കൊണ്ട് പോവല്ലേ, ഇവൻ ചെയ്യുന്നത് നീതിയല്ലല്ലോ. അപ്പൊ കുട്ടികൾ പല പേരുകളും വിളിച്ച് ഇവനെ കളിയാക്കും. ഇവൻ തിരിച്ചു വരും, കുറേ നേരത്തിന് ഇവന്റെ ഉള്ളിൽ ഈ ടെൻഷനാവും. ഈ കളിയിൽ നിന്ന്, ദിവസം കളിക്കുന്ന കളിയാണെങ്കിൽ കൂടി ആ കളിയിൽ നിന്ന് പരാജയപ്പെട്ട ടെൻഷനാണ് അവനുണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ അത് മാറും, പിന്നെയും കളിക്കാൻ പോകും, അങ്ങനെയാണ്. പിറ്റേ ദിവസം വീണ്ടും കളിക്കാൻ പോകും, അങ്ങനെയായിരുന്നു ലൈഫ്. Among these early comrades with whom I played were the Ambaye brothers and the Mantraker brothers and several other who made up our team. അപ്പൊ അന്ന് ഞങ്ങൾ ടീമായിട്ട് കളിച്ചിരുന്നത് ആംബയെ ബ്രദേഴ്സ്, മൻട്രേക്കർ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുട്ടികളുടെ കൂടെയൊക്കെ ഞങ്ങൾ ടീമായിട്ട് കളിച്ചിരുന്നത്. Whenever I batted, they would decide beforehand that they would appeal at a particular ball, and whether I was out or not, I had to go by the majority verdict. അപ്പൊ എന്ത് ചെയ്യും, കുറെയൊക്കെ ഇവര് കണ്ടില്ല എന്ന് നടിക്കും. കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് കുറച്ചു നേരം കളിക്കാലോ. പക്ഷെ കുറെ പേര് ഇവനെ സപ്പോർട്ട് ചെയ്യും. ഔട്ടായി എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യും. നാച്ചുറലി ഔട്ടാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം എന്താ, ഇവന്റെ കൂടെ നിൽക്കും, കാര്യം അവർക്ക് കളിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ മെജോറിറ്റി കുട്ടികൾ എന്താണ്, ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ അവൻ ഔട്ടായി പോയി, അല്ലെങ്കിൽ നിൽക്കും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. Then whenever I batted, they would decide beforehand that they would appeal at a particular ball, and whether I was out or not, I had to go to my majority verdict. We often played matches against teams made up the boys living in the neighboring building. And there was a tremendous interest in the trophies as we called them. ഇപ്പൊ എന്താണ്, ഞങ്ങള് ടീം ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള കുട്ടികളല്ലേ. അപ്പൊ നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ കുട്ടികൾ കളിക്കാറുണ്ടല്ലോ, എന്ന പോലെ അയൽപക്കത്തെ കുട്ടികളൊക്കെ ചേർന്ന് ഓരോ ടീമായിട്ടാണ് ഞങ്ങൾ സാധാരണ കളിച്ചിരുന്നത്. These trophies were small white metal cups for which we all contributed and brought us as little as $150. എന്നിട്ട് കളിയിൽ ജയിക്കുന്നവർക്ക് ഓരോരുത്തരും 1.5 രൂപ ഒക്കെ കൊണ്ടുവന്നിട്ട് ₹1.50 ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, ട്രോഫി കൊടുക്കണമല്ലോ. ട്രോഫി ഒന്നും ഇവരുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഈ 150 150 അല്ല, ₹1.50 1.5 രൂപ വെച്ചിട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു മെറ്റൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ മേടിച്ച് അതാണ് ഇവര് ട്രോഫിക്ക് പകരമൊക്കെ ആയിട്ട് കൊടുത്തിരുന്നത്. ഇതാണ് എല്ലാവരും കൊണ്ടുവരും. മാച്ച് നടക്കുമ്പോൾ അങ്ങനെയല്ലേ, ഓരോ കുട്ടികളെ ഇത്ര പിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അതിന് മേടിക്കുക, എന്നിട്ട് അത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 6th പാരഗ്രാഫ്. 6th one. Question. What did the author want? ഓഥറിന് എന്തായിരുന്നു ആവശ്യം, എന്താവാനായിരുന്നു ആഗ്രഹം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഥറിന് എന്തായിരുന്നു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവാനായിരുന്നു ആഗ്രഹം? ബാറ്റ്സ്മാൻ ആവാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അമ്മ ബോൾ ചെയ്ത് കൊടുക്കുന്ന സംഭവമൊക്കെ നേരത്തെ നമ്മൾ കണ്ടേ. The author wanted to become a batsman. ബാറ്റ് ചെയ്യുന്ന ആളാവണം എന്നുള്ളതാണ് ആഗ്രഹം. Then who were there in the team of Gavaskar? ഗവാസ്കറിന്റെ ടീമിൽ ആരൊക്കെയാ ഉണ്ടാവുക? ആംബയെ ബ്രദേഴ്സും മൺട്രേക്കർ ബ്രദേഴ്സും പിന്നെ അയലൊക്കത്തുള്ള ബാക്കിയുള്ള കുറച്ച് കുട്ടികളൊക്കെ ചേർന്നിട്ടാണ് ടീം ഉണ്ടാക്കിയിരുന്നത്. ഇതാണ് നമ്മുടെ പാരഗ്രാഫ് തന്നിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്.
ഇനി ഈ ഭാഗത്തുനിന്ന് ഇതൊരെണ്ണം പാരഗ്രാഫ് ഒന്ന് ആൻസർ ചെയ്യാനുള്ളത്. ഇനി ഇത് കൂടാതെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 30 to 40 വേർഡ്സ് എന്ന് പറയും. 30 to 40 വാക്കുകളിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ 60 വാക്കുകളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 60 to 80 എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് കുഞ്ഞു പാരഗ്രാഫും കുറച്ച് വലിയ പാരഗ്രാഫും. മാർക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതാണ് കുഞ്ഞു പാരഗ്രാഫ്. 30 to 40 വേർഡ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞു പാരഗ്രാഫ്, 30-40 വാക്കിനുള്ളിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്നത്. പിന്നെ 50 to 60 എന്നോ 60 to 70 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു പാരഗ്രാഫ് എഴുതുക. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇനി പാരഗ്രാഫ് പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളാണ് പാരഗ്രാഫിൽ വരുന്നത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അതിന്റെ ആൻസർ മലയാളത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പമായി കാര്യം. മലയാളത്തിലെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായി കാര്യം. ക്വസ്റ്റ്യൻ ഇതാണ്. What did author's uncle notice at the time of birth? ജനന സമയത്ത് അങ്കിൾ കണ്ടുപിടിച്ച കാര്യം എന്താണ്? അറിയില്ലേ? എന്താ കണ്ടുപിടിച്ചത്? ലെഫ്റ്റ് ഇയർ ലോബിലെ ഹോള്. ഒരു ചോദ്യത്തിന് ഉത്തരമായില്ലേ? അത് മാത്രം എഴുതിയാൽ മതി. അങ്കിൾ ഇന്നതാണ് കണ്ടുപിടിച്ചത്. രണ്ടോ മൂന്നോ സെന്റൻസ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് 30 to 40 വേർഡ്സ് നമുക്ക് ഒപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, why did Gavaskar say cricket in my blood? ക്രിക്കറ്റ് എന്റെ രക്തത്തിലുള്ളതാണെന്ന് ഗവാസ്കർ പറയാൻ കാരണം എന്ത്? റീസൺ നമുക്കറിയാം. എന്താണ്? അച്ഛനൊരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. കൂടാതെ അച്ഛനൊരു കീൻ ഒബ്സർവർ ആയിരുന്നു, ഷാർപ്പ് ഒബ്സർവർ ആയിരുന്നു, ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ക്രിക്കറ്റ് ഇങ്ങനെ കണ്ടു പഠിക്കുന്ന ആളുടെ പോലും അങ്ങനത്തെ ഒരാളായിരുന്നു. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാൻ, അമ്മ അത് ബ്ലഡിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് അത് അവിടെ സൂചിപ്പിക്കാം. അമ്മ അവനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അങ്കിളിനും ഒരു ക്രിക്കറ്റ് പാരമ്പര്യം ഉണ്ട് എന്നുള്ളത് ആയില്ലേ? 30 to 40 എഴുതുക. നെക്സ്റ്റ്, വാട്ട് വാസ് ദ പെയിൻഫുൾ റികളക്ഷൻ ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്? കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വേദന ഉണ്ടാക്കുന്ന ഒരേ ഒരു സംഭവം അതേതാണ്? മൂക്കിനിട്ട് ഇടിച്ചത്, ഹിറ്റ്. ബോൾ ഹിറ്റ് ചെയ്തു എവിടെ? അമ്മയുടെ മൂക്കില്. അതാണ് ദ മോസ്റ്റ് പെയിൻഫുൾ റീകളക്ഷൻ. റീകളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കുന്ന കാര്യങ്ങളാണ് റീകളക്ഷൻ എന്ന് പറയാം. ദ മോസ്റ്റ് പെയിൻഫുൾ റീകളക്ഷൻ ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ് വാസ് വെൻ he almost broke his mother's nose, which was followed by bleeding nose. He got frightened, but his mother started the game again after blood stopped flowing. എന്ത് ചെയ്തു? മൂക്കില് ഇടിച്ചു, ഹിറ്റ് ചെയ്തു, ബ്ലഡ് വന്നു, പക്ഷെ അമ്മ അത് വാഷ് ചെയ്തു, വീണ്ടും അവന്റെ കൂടെ കളിക്കാൻ പോയി. ആ ഒരു ഇൻസിഡന്റ്. ഇനി നെക്സ്റ്റ് വൺ 50 to 55 വേർഡ്സ്, 60 വേർഡ്സ് അങ്ങനെ എഴുതാനുള്ളതാ. അതായത് ഒരു 4 സെന്റൻസ് 5 സെന്റൻസ് ഒക്കെ ആക്കിയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. 50 to 55, 60 എന്നൊക്കെ പറയുമ്പോൾ. ചോദ്യം, how did his uncle's keen observation helped Gavaskar in retaining his identity? അങ്കിളിന്റെ ആ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, കഴിവ്, നമ്മൾ ഈഗിൾ ഐ എന്നൊക്കെ പറഞ്ഞല്ലേ, ആ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് ഇവന്റെ വ്യക്തിത്വം നിലനിർത്താൻ സഹായിച്ചത് എങ്ങനെയാണ്? അതേതാ? അതായത് അങ്കിളിന്റെ ഈ ഒബ്സർവേഷൻ കപ്പാസിറ്റി കാരണം കൊണ്ട് ഗവാസ്കറിന്റെ വ്യക്തിത്വം നിലനിർത്താൻ പറ്റി. അതേതാ സംഭവം? ഇയർ ലോബില് ഹോള് കണ്ടതും അമ്മാവൻ പിറ്റേ ദിവസം വന്നപ്പോൾ അത് കാണാതെ പോയതും കുഞ്ഞു മാറിപ്പോയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതും ഹോസ്പിറ്റലില് ക്രിബ്സ് എല്ലാം അന്വേഷിച്ചതും അതില് ഒരു ഫിഷർ വുമന്റെ അടുത്ത് പോയി കിടക്കുന്ന കാര്യം കണ്ടുപിടിച്ചതും അതാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ഗവാസ്കർസ് ഫാമിലി മെമ്പർ ഹെൽപ്പ് ഹിം ടു ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ? ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇവനൊരു നല്ല ക്രിക്കറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങളാ ചെയ്തു കൊടുത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അമ്മയുടെ കാര്യം എഴുതുക, അച്ഛന്റെ കാര്യം എഴുതുക, അങ്കിളിന്റെ കാര്യം എഴുതുക. ഈ 3 കാര്യങ്ങൾ എഴുതിയാൽ അതിന്റെ ഉത്തരം അവിടെ കിട്ടും. നെക്സ്റ്റ് വൺ, how did Gavaskar behave during matches played in his childhood days? കുട്ടിക്കാലത്ത് കളിയുടെ ഇടയിൽ ഗവാസ്കർ ഒരു പ്രത്യേക ശീലം സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു ചീത്ത സ്വഭാവം. അതെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. മാച്ചിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അവന്റെ ആ ഒരു ബിഹേവിയർ, പെരുമാറ്റം എങ്ങനെയായിരുന്നു?
ഹൗ ഡിഡ് ഹിസ് ഫ്രണ്ട്സ് ഹാൻഡിൽ ഹിം ഇൻ ദീസ് ഒക്കേഷൻസ്? ആ സമയത്ത് അവന്റെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ആ ഒരു അവസരത്തെ കൈകാര്യം ചെയ്തത് എന്നാണ് അടുത്ത ചോദ്യം. ഗവാസ്കർ വാസ് എ ലിറ്റിൽ, നമുക്കറിയാലോ വിക്കറ്റ് പോകുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അവൻ ദേഷ്യപ്പെടും, വഴക്കിടും, ഫ്രണ്ട്സിനോട് തെറ്റും, വീട്ടിൽ പോവും അല്ലെ. അപ്പോ വാക്ക്ഡ് ഓഫ് ചെയ്യും. അപ്പോ ഫ്രണ്ട്സ് അവനെ പല പേരുകളും പറഞ്ഞ് വിളിക്കും അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ മാച്ച് അവിടെ നിൽക്കും. പിന്നെ കൃത്യം ആകുമ്പോഴത്തേക്ക് അത് ശരിയാവും, പിന്നെയോ അവൻ പോവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിലുള്ളത്. മനസ്സിലായോ? ഇത്രയാണ് ഒന്നാമത്തെ പാഠമുള്ളത്. ഇനി അതില് കുറച്ച് ഇപ്പുറത്തെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് 12ാമത്തെ പേജ് 13ാമത്തെ പേജ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് V1 V2 V3 എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മള് ലാസ്റ്റിലേക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അതായത് എക്സാമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സമയം വരുന്ന സമയത്ത് ഗ്രാമറൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. ആ സമയത്ത് എല്ലാ ഗ്രാമറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ സമയത്ത് പറഞ്ഞുതരാറാണ് പതിവ്. ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എടുക്കേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്റർ നല്ലപോലെ കേൾക്കുക, മനസ്സിലാക്കുക. കേട്ടാൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പക്ഷെ ശ്രദ്ധ വേണം. വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പകുതി കാര്യങ്ങളെ കിട്ടുള്ളൂ. നല്ലപോലെ കേട്ട് മനസ്സിലാക്കി ഒന്നാമത്തെ പാഠം തറോ ആക്കുക. എന്നിട്ട് കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വായിക്കും കൂടെ ചെയ്യാം. ബുക്സ് കിട്ടാത്ത കുട്ടികളെ കുറച്ച് വൈകിയാൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവണ്ട, അത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ക്ലാസ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ക്ലാസ്. അത് പെൻഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിലേക്ക് നമുക്ക് എത്തില്ല. ഷുവർ ആണ്, 100% ലാസ്റ്റിലേക്ക് നമുക്കത് എത്തില്ല. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, അത് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് കാണാം.